എല്ലാവർക്കും നമസ്കാരം. കളിക്കളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. കളിക്കളത്തിൽ ഇന്ന് ഈ കിടക്കുന്ന നമ്പറുകളൊക്കെ തന്നെ അക്ഷരങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പുതിയ ഗെയിമുകൾ ഉണ്ട് എന്നൊക്കെ പറയാനെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് ഓണത്തിന് ശേഷം അതൊക്കെ സെറ്റാക്കാം. ഇപ്പം ഞാനിപ്പോൾ എന്തായത് ഇതിനകത്ത് കുറച്ച് 1-2 സംഭവങ്ങൾ പുതിയതുണ്ടാവും. പക്ഷെ എന്നാലും ഓണത്തിന് ശേഷം ഉണ്ടാകുന്ന സംഭവം ഒരു സംഭവമായിരിക്കും. കളിക്കളം തന്നെ വേറെ ലെവലായിരിക്കും. അതാണ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ പോകുന്ന സംഭവം. അതാണ് ഇനിയിപ്പോൾ. പിന്നെ അതേപോലെ തന്നെ ഇന്നും നാളെയുമാണ് എനിക്ക് കയ്യിലുള്ള കുറച്ച് ദിവസങ്ങളിലുള്ള ഒരു അവധിക്ക് വേണ്ടി നാട്ടിൽ പോകുന്നതിന് മുമ്പേ ഉള്ള ഷോ എന്ന് പറയുന്നത് ഇന്നും നാളെയുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം വിളിച്ചോളൂ. ഇന്നും നാളെയും കഴിഞ്ഞാൽ പിന്നെ എന്നെ തിരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നത് സെപ്റ്റംബർ മാസത്തിലെത്തുള്ളൂ. ഞാൻ ഓണത്തിനോട് അടുപ്പിച്ചിട്ടുള്ള പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള തിരക്കിന് പോകുന്നതിന് മുമ്പായിട്ടുള്ള വരവേ ഉണ്ടാവുള്ളൂ. അതിന് മുമ്പ് എല്ലാവരും ഇന്നും നാളെയായിട്ടൊക്കെ വിളിച്ച് തീർക്കണം. 0423834991 എന്നുള്ള നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ വിളിക്കുക. ലാൻഡ് ഫോൺ നമ്പറാണ്. ആ ലാൻഡ് ഫോൺ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ആൻഡ് നിങ്ങളുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെറിയ പാട്ടുകാരിയായിരിക്കാം, വലിയ പാട്ടുകാരനായിരിക്കാം, കുഞ്ഞു പാട്ടുകാരനായിരിക്കാം, കുഞ്ഞു പാട്ടുകാരിയായിരിക്കാം, വലിയ പ്രായമുള്ള ആളായിരിക്കാം, എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് പാടാനുള്ള കഴിവുണ്ടെങ്കിൽ ഒട്ടും മടിക്കരുത്. കൺസൾട്ടൻസി പ്രസൻസ് ഹിറ്റ് മെലഡി ഡ്രീംസ് എന്നുള്ള പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് നരേഷ് അയ്യറാണ് വരുന്നുണ്ടാവുക ഇപ്രാവശ്യം. 31 ഓഗസ്റ്റിനായിരിക്കും ഈ പ്രോഗ്രാം നടക്കുന്നുണ്ടാവുക ഇപ്രാവശ്യം. ഇത് 5 പേരെ ആയിരിക്കും അവർ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾ നിങ്ങൾ സെലക്റ്റഡ് ആയിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യത്തേക്കും അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ അയച്ചുകൊണ്ടേയിരിക്കുക, നിരന്തരമായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. റിജക്ഷൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കോണിലും നമ്മൾ വെക്കേണ്ടാത്ത സംഭവമാണ്. എല്ലാവരെയും റിജക്റ്റ് ചെയ്തിട്ടുണ്ടാകും ജീവിതത്തിൽ, പല സ്ഥലങ്ങളിലും പല സന്ദർഭങ്ങളിലും. അതുപോലെ ഇതിനകത്തും ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ എടുത്തു കാണില്ല, പക്ഷേ നിങ്ങൾ അടുത്തതിൽ ചിലപ്പോൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കുക. 2 മിനിറ്റ് നേരം, അതായത് 1 മിനിറ്റ് ദൈർഘ്യമുള്ള 2 പാട്ടുകളാണ് നിങ്ങൾ അയക്കേണ്ടത്. അതിന് നിങ്ങൾ യാതൊരു എഫക്റ്റോ അല്ലെങ്കിൽ ശബ്ദം അല്ലെങ്കിൽ ഈ കരോക്കിയോ ഒന്നുമില്ലാതെ ഡയറക്റ്റായിട്ട് 2 ടൈപ്പ് ഓഫ് സോങ്സ് ആണ് അയച്ചു കൊടുക്കേണ്ടത്. അയച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ കാത്തിരിക്കാൻ മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടി വരിക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഓൾറെഡി ഞാൻ നേരത്തെ വന്ന നമ്മുടെ ഷെജി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോക്ടർ ഷെജി 3 in 1 ഷെജി പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എടാ മോനെ അത്തം 10 ഓണം എന്ന് പറഞ്ഞിട്ട്, അത്തം 10 പൊന്നോണം എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം. അതായത് പണ്ട് മുതലേ നമ്മൾ പഠിക്കുന്ന സമയം മുതലേ നമ്മളെ മനസ്സിലും എല്ലാം നിൽക്കുന്നൊരു സംഭവമാണ് അത്തം 10 പൊന്നോണം എന്ന് പറയുന്ന സംഭവം. അതാണ് അത്തം 10 ഓണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഓണത്തിന് മുമ്പേ ഓണം ആഘോഷിക്കുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ അത് ഇവരായിരിക്കും. കാരണം അത് നടക്കുന്നത് ഓഗസ്റ്റ് 25-ാം തീയതിയാണ് നമ്മുടെ നെസ്റ്റോ മിയാമാൾ, ഷാർജ നെസ്റ്റോ മിയാമാളിൽ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർക്കിങ്ങിന് വേണ്ടി അലയേണ്ടി വരില്ല. ബേസ്മെന്റ് പാർക്കിംഗ് അവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ പാർക്കിങ്ങിന് വേണ്ടി ഒട്ടും അലയാതെ തന്നെ പോവാം. ആൻഡ് ഷോപ്പിംഗ് അടക്കം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. 25-ാം തീയതിയാണ് ഓണം തുടങ്ങുന്നതെന്ന് വേണം പറയാം. നമുക്ക് ഇവിടെ അത്തം 10-നല്ല, അതിന് മുമ്പേ അത്തം 10 ഓണം എന്നുള്ള പ്രോഗ്രാം നടക്കും. ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഓണം തുടങ്ങുന്നതിന് മുമ്പേ നാട്ടിലേക്ക് ഒരു ഫോട്ടോ, എന്തായാലും ഓണത്തിൻ്റെ ദിവസം നമുക്ക് ഒരു സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരുങ്ങിയിട്ടുള്ള ഫോട്ടോ വേണം. എന്നാലൊരു പ്രോഗ്രാമിന് പോയിട്ട് ഈ 25-ാം തീയതി ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ആ 15-ാം തീയതി ഇടുകയും ചെയ്യാം, നേരത്തെ എടുത്തു വെക്കുകയും ചെയ്യാം. പിന്നെ ആ പ്രോഗ്രാമിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കുറച്ച് മാറ്റി വെച്ചിട്ട് മറ്റേ എന്താണ് തുമ്പപ്പൂ എന്ന് പറയുന്ന സാധനമൊക്കെ ഇട്ടുകൊണ്ട് സ്റ്റാറ്റസൊക്കെ ഇട്ട് ധരിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം കൂടിയാണ്. ഓഗസ്റ്റ് 25-ാം തീയതിയാണ് നടക്കുന്നത്. അതിനുശേഷം പിന്നെ അങ്ങോട്ട് ഓണം ആയിരിക്കുള്ളൂ. നമുക്കിവിടെ UAE മൊത്തം എപ്പോഴും ഓണമായിരിക്കുള്ളൂ. ഞാനും 8-ാം തീയതി മുതൽ ആണ് എനിക്ക് ഓണം തുടങ്ങുന്നത്, ഓണം പ്രോഗ്രാം തുടങ്ങുന്നത്. സെപ്റ്റംബർ 8 മുതലാണ് എൻ്റെ പ്രോഗ്രാമൊക്കെ തുടങ്ങുന്നത്. 8-ന് മുമ്പായിട്ട് വരാൻ വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് ഞാൻ ഇങ്ങനെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച്, അതായത് അത്തം 10 ഓണം എന്നുള്ള പ്രോഗ്രാമിനെ കുറിച്ച് എന്തെങ്കിലും ബാക്കി ഡീറ്റെയിൽസ് വേണം, ഈ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് അന്വേഷിക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് അതിനകത്തേക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ആ പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കാൻ എന്താണ് ക്രൈറ്റീരിയ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, എന്തെങ്കിലും അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതുണ്ടോ, അവിടുത്തെ ഓണസദ്യ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പരിപാടി എന്നുള്ളതൊക്കെ ഈ കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കോൺടാക്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ആൻഡ് മനസ്സിലായില്ലേ, ചെറിയ ചുമ മാറിയിട്ടില്ല. ചുമ പൂർണ്ണമായിട്ട് പൊതുവെ എനിക്ക് അങ്ങനെ മാറാറില്ല, വല്ലപ്പോഴും മാറാറുള്ളൂ. അതുകൊണ്ടാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ഒട്ടും വരായിരുന്നു. കാരണം കഴിഞ്ഞ ചൊവ്വാഴ്ച എനിക്ക് ഒട്ടും വയ്യാത്ത ഒരവസ്ഥയായി, അങ്ങനെ എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ തിങ്കളാഴ്ച, എനിക്കൊന്ന് ഒറ്റൊരാളാണ് തിങ്കളാഴ്ച എൻ്റെ ഷോയിൽ കളിക്കളത്തിൽ ജയിച്ചിരുന്നത്. ബാക്കി വിളിച്ച എല്ലാ ആളുകളും, കോൾ ചെയ്ത എല്ലാ ആളുകളും തോറ്റു, ഒരാൾ ഒഴികെ എന്നുള്ളതാണ്. അപ്പോൾ ആ ബാക്കിയുള്ള എല്ലാവരും ഒന്ന് നന്നായിട്ട് രാഗി എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ ഞാൻ കിടന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിരഞ്ജൻ, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ച, നിരഞ്ജൻ അങ്ങനെ ഒരു പനി പോലും വരത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് കാത്തിരുന്നു ഈ ശനിയാഴ്ചയെങ്കിലും നിരഞ്ജൻ
വന്നിട്ട് പറയും എടാ എനിക്ക് പനിയാണെന്ന് പറയുമെന്ന് വിചാരിച്ചു വന്നില്ല. ഈ പനി ഏത് ഭാഗത്തൂടെയാണ് പോകുന്നത് പറഞ്ഞൂടാ. സച്ചുവേട്ടൻ 5 പ്രാവശ്യം പനിച്ചു വന്നിട്ടും നിരഞ്ജനും ആ പനി ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് സുഹൃത്തുക്കളെ സത്യമായിട്ടുള്ള ഒരു കാര്യം. ഭയങ്കര കഷ്ടമാണ്. കാരണം ടോണി വരുന്നു, ടോണിക്ക് പനി പിടിക്കുന്നു, ജലദോഷമെങ്കിലും പിടിക്കുന്നു, ഇവൻ വരുന്നു, സച്ചുവേട്ടൻ വരുന്നു, സച്ചുവേട്ടൻ ആഴ്ചക്ക് 2 പ്രാവശ്യം പനി പിടിക്കുന്നു, എനിക്കാണ് എന്നും ചുമയുണ്ട്. പക്ഷേ ചില ആളുകളുടെ മാനുഫാക്ചറിങ്ങിൻ്റെ ഇതാണെന്ന് തോന്നുന്നു, ഒന്നും പറ്റൂല, ഒരു പ്രശ്നമില്ല, ഒരു പനി പോലും വരില്ല. പിന്നെന്താ പനി വന്ന കുഴപ്പമില്ല. അപ്പോൾ വിളിച്ചോളൂ 04238349 എന്നുള്ള നമ്പറിൽ. കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ ഒറ്റൊരാളെയാണ് ജയിക്കാൻ അനുവദിച്ചത്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസവും ഞാൻ മാക്സിമം നിങ്ങളെ ജയിക്കാൻ അനുവദിക്കാൻ സാധ്യതയില്ല. മാക്സിമം നിങ്ങളെ തോൽപ്പിക്കാൻ തന്നെയായിരിക്കും എൻ്റെ ശ്രമം നടത്തുന്നുണ്ടാവുക. ഇന്നും നാളെയും 2 ദിവസവും ഞാൻ മാക്സിമം ജയിച്ചിട്ട് പോകാൻ തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ കളിക്കുന്ന കളി ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ്. നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളും അതുപോലെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നല്ല തീപാറുന്ന ഒരു മത്സരം നമുക്ക് കാണാൻ പറ്റും. കാണികൾക്ക് നല്ല തീപാറുന്ന മത്സരം കാണണമെങ്കിൽ ഇപ്പം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും ജയിക്കാൻ വേണ്ടി മാത്രം വിളിക്കുക, ഞാനും ജയിക്കാൻ വേണ്ടി മാത്രം ഇവിടെ നിൽക്കും. അപ്പോൾ നല്ല അടിപൊളി സ്ട്രോങ് ആയിട്ടുള്ള ഗെയിം ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ എന്ത് വന്നാലും ഏത് ഗെയിം വന്നാലും വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് മത്സരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വിളിക്കണം. ഫസ്റ്റ് കോളിലേക്ക് നമുക്ക് പോകാനുള്ള സമയമായെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് കോളിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് കോളിലേക്ക് പോകുന്ന സമയത്ത് വിളിക്കുന്ന ആരും തന്നെ ടി വിയിൽ ശ്രദ്ധിക്കരുത്, ഫോണിൽ തന്നെ ശ്രദ്ധിക്കുക. ഫോണിൽ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ അവിടുന്ന് ജസ്റ്റ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഹലോ ഹായ് എന്ന് ആരാണ് എന്ന് ചോദിച്ച് നമ്പർ എഴുതിയെടുത്തതിന് ശേഷം നേരെ കോൾ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുക. അതായത് ഒരുപാട് സമയം ഹോൾഡിലിട്ട് കുറേ സമയത്തേക്ക് നിങ്ങൾ നിർത്തി അങ്ങനെയുള്ള പരിപാടികളല്ല, നേരെയുള്ള പരിപാടിയാണ്. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് കോൾ വരുന്നതും പോകുന്നതും ഉണ്ടാവുക. കാരണം നിങ്ങളെ പെട്ടെന്ന് ഞാൻ തോപ്പിക്കുമല്ലോ. 2 മിനിറ്റത്തെ പരിപാടിയാണെങ്കിലും 2 മിനിറ്റിന് മുമ്പേ നിങ്ങളെ പേര് ചോദിച്ച് അപ്പം തന്നെ പേര് ചോദിച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ച് അപ്പം തന്നെ ഓപ്പണായി വന്ന് അപ്പം തന്നെ പരിപാടിയാണ്, പെട്ടെന്നുള്ള പരിപാടിയാണ്. അല്ലാണ്ട് നിങ്ങളെ ഒരുപാട് സമയം ഇട്ട് കഷ്ടപ്പെടുത്തില്ല, പെട്ടെന്ന് തന്നെ ഔട്ടാക്കുക എന്നുള്ള. പക്ഷെ ഔട്ടാവാണ്ടിരിക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് അങ്ങനെയാണ്. നമുക്ക് ഒരാൾ നമ്മളടുത്ത് ഒരു ചെറിയ രീതിയിലെങ്കിലും പറയാണ്, ഇച്ചിരി അഹങ്കാരത്തോടെ പറയാണ് എന്നെ തോൽപ്പിക്കാൻ വലിയ പാടാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാണ്ട് നമുക്ക് തോന്നണം അങ്ങനെ ഒരു ഇതിലുണ്ടാവില്ല. എന്തായാലും ഞാൻ ജയിക്കും, എനിക്ക് ജയിക്കാൻ പറ്റും. ഈ ഒരു സാധനം നമ്മൾ ഉള്ളിൽ എപ്പോഴും ഉണ്ടാണ്. നമ്മൾ തോറ്റാലും സാരമില്ല. കഴിഞ്ഞ ആഴ്ച തോറ്റ എല്ലാവരും വിളിക്കും. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തോറ്റിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് കളിക്കളത്തിൽ വിളിച്ചിട്ട് ഒരു പ്രാവശ്യം പോലും ജയിച്ചിട്ടില്ല, അല്ലെ 1 2 തവണ ലക്കിക്ക് ജയിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയല്ല, ലക്കിക്ക് ജയിച്ചു പോകാൻ ഒരുപാട് ആൾക്കാരുണ്ട്. നിരഞ്ജൻ അവിടുന്ന് ഇങ്ങനെ ചിന്തിക്കുന്നതാണ്. കാരണം ഈ ലക്കിക്ക് ജയിച്ചു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? അതങ്ങനെയല്ല. ലക്കിക്ക് ജയിച്ചു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയാളം വരുന്ന സമയത്ത് അല്ല, ഇല്ല, ഉണ്ട്, ഇവിടെ ഇല്ല, അപ്പറാണ്, ഇപ്പറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി കൊണ്ടുപോയിട്ട് 2 മിനിറ്റ് എത്തിക്കില്ലേ? അത് ശരിക്കും മത്സരിച്ച് ജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ശരിക്കും വർത്താനം പറഞ്ഞ് തന്നെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുമോ? അങ്ങനെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ഞാൻ ആരോഗ്യപരമായിട്ട് അത്ര ഓക്കെ അല്ല, എന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ജയിച്ചിട്ടില്ല. അല്ലെ നിങ്ങൾ ഇങ്ങനെ അല്ല, ഇല്ല, അതെ, നെല്ലാക്കിയിട്ട് 2 മിനിറ്റ് എത്തിക്കാണ്ടുള്ള രീതിയിലാണ് നിങ്ങൾ ഷോ പോയിട്ട് ജയിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അല്ലാണ്ട് നിങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ജയം തന്നെയാണ്. അങ്ങനെയാണ് എനിക്ക് ജയിക്കേണ്ടത്. ഹലോ, നമസ്കാരം, ആരാണ്? ഫസ്റ്റ് കോൾ. നമസ്കാരം, ആരാ? ഞാൻ സദാനന്ദൻ. സദാനന്ദന്റെ സമയം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഏതാ അക്ഷരം എടുക്കാൻ പറ്റിയ? ABCD മുതൽ അങ്ങനെ P വരെയുള്ള അക്ഷരമുണ്ട്. അപ്പൊ എന്റെ അക്ഷരം തന്നെ ആയിക്കോട്ടെ. എസ് ഉണ്ടാ? എസ് ഇല്ലല്ലോ. എസ് ഞാനേ ഉള്ളൂ, സനീഷ്. പി എടുത്തോളൂ. പി. ഓക്കെ. സദാനന്ദൻ എന്നുള്ള പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടെന്ന് എനിക്കൊരു ചെറിയൊരു സംശയമുണ്ട്. സദാനന്ദൻ ഡയറക്ടർ സദാനന്ദൻ ചേട്ടനാണോ? ഡയറക്ടർ, കുറച്ച് കഥയൊക്കെ എഴുതുന്ന സിനിമയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏത് സിനിമ? ഈ അടുത്തിറങ്ങിയുള്ള ഒരു ഇതാണ് ഇന്നലകൾ തളിർക്കുമ്പോൾ എന്ന് പറഞ്ഞൊരു. ഇന്നലകൾ തളിർക്കുമ്പോൾ നമ്മൾ UBL ടെലികാസ്റ്റ് ചെയ്തിരുന്ന സിനിമ. ആ സിനിമ ചെയ്തിരുന്ന സദാനന്ദൻ ചേട്ടനാണോ അത്? അതെ. ഓ, താങ്ക് യു സോ മച്ച്. എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ P ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്താണോ ഗെയിം വരുന്നത് ആ ഗെയിമിലാണ് മത്സരിക്കേണ്ടത്. നിങ്ങളുടെ സിനിമയെ കുറിച്ച് പറയാം. എത്ര ദിവസം എടുത്തിട്ടാണ് നിങ്ങൾ C ആണ് ഓപ്പൺ ആക്കിയത്? C ആണ് ഓപ്പൺ ആക്കിയത് കേട്ടോ. P അല്ല, C ആണ്. C ആണ് എടുത്തിരിക്കുന്നത്. C-ല് ആക്കാപ്പയാണ്. ഞാൻ ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് ചോദിക്കട്ടെ, നിങ്ങൾ എത്ര ദിവസം കൊണ്ട് ആ സിനിമ ചെയ്തു കഴിഞ്ഞിരുന്നത്? അത് 2 ഷെഡ്യൂളായിട്ടാണ്. ആദ്യത്തെ ഷെഡ്യൂള് 6 ദിവസം, രണ്ടാമത്തെ ഷെഡ്യൂള് 20 ദിവസം. ടോട്ടൽ 26 ഡേയ്സ് കൊണ്ട് ഒരു സിനിമ തീർത്തോ? അത് തന്നെ.
ഓ അത് ഇപ്പൊ അത് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും OTT അവൈലബിൾ ആണോ സിനിമ? ഹോട്ടലിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. OTT കൊടുത്തില്ല ഇതുവരെ? കൊടുത്തിട്ടില്ല. അപ്പൊ ഉടനെ ഒന്നും കൂടി നമുക്ക് UBL കാണാൻ പറ്റും ഓണത്തിനെങ്ങാനും? നോക്കാം. ഓക്കെ, എന്തായാലും ആക്കാപ്പയാണ് വന്നിരിക്കുന്നത്. ആക്കാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെയിമാണ്. ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾ ഗെയിം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാം. ആ കാപ്പ എന്നുള്ള 3 അക്ഷരത്തിൽ ഒരക്ഷരം സദാനന്ദേട്ടന് എടുക്കാം. പക്ഷെ എടുക്കുന്ന അക്ഷരം പിന്നീട് സംസാരിക്കുമ്പോഴൊന്നും എവിടെയും വരാൻ പാടില്ല. പാ എടുക്കുന്നു, പക്ഷെ പാ എന്ന അക്ഷരം പറയരുത്. പാപ്പാ പമ്പ ഇപ്പ പറയരുത്. വാക്കിനകത്തൊന്നും ഈ അക്ഷരം വരാൻ പാടില്ല. ഇപ്പൊ പാടില്ല എന്ന് പറഞ്ഞാൽ ഔട്ടാണ്. അങ്ങനെ മനസ്സിലായില്ലേ? ഓക്കെ, റെഡി, ടൈം സ്റ്റാർട്ട് നൗ. നിങ്ങൾ ഈ സിനിമയിൽ ഞാൻ കണ്ടിരുന്നത് നമ്മുടെ ആ നാടകത്തിലൊക്കെയുള്ള പുള്ളിക്കാരൻ ഉണ്ടായിട്ടില്ലേ അതിനകത്ത്? എന്താണ് പുള്ളിയുടെ പേര്? നാടക നടനല്ല, പുള്ളി പേരെന്തായിരുന്നു പുള്ളിയുടെ? വെളിയങ്കോട? തെറ്റിപ്പോയി എന്നുള്ളതിൽ പാവന്നു. പേരില് പാവന്നു. പുള്ളിയുടെ പേരെന്താ ശരിക്ക്? എന്റെ പേരോ? അല്ല, പുള്ളിക്കാരന്റെ പേരെന്തായിരുന്നു? പ്രമോദ് വെളിയനാട്. പ്രമോദ് വെളിയനാട്. പ്രമോദ് വെളിയനാട് ഒരു പ്രധാന കഥാപാത്രം ചെയ്തത്. അതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. പ്രമോദ് പാടുണ്ട്. അപ്പൊ പ്രമോദ് വെളിയനാട് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. അദ്ദേഹത്തിന്റെ അഭിനയത്തെ പറ്റി പറയേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ നീല വെളിച്ചത്തിലൊക്കെ എന്തൊരു ക്യാരക്ടർ ചെയ്തിരുന്നെന്നറിയോ? ഗംഭീര സംഭവമാണ് പുള്ളിക്കാരൻ. നല്ലൊരു. അതെ. എന്തായാലും ഒരുപാട് സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞാൽ. അടുത്ത സിനിമ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ഇങ്ങനെ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ അങ്ങനെ ഞാൻ ഒരു സിനിമയ്ക്ക് ചാൻസ് ചോദിച്ചിരിക്കുകയാണ്. ചാൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് മടിയില്ല എന്ന് മമ്മൂക്ക പറഞ്ഞു കേട്ടിട്ടുണ്ട് എപ്പോഴൊക്കെയല്ലോ ഇന്റർവ്യൂസിൽ. അതുപോലെ നമ്മൾ എപ്പോഴും മടി കാണിക്കണ്ടായില്ല, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ. ഹലോ നമസ്കാരം. ആരാ? ആസിഫ്. ഏതാ അക്ഷരം എടുക്കുക? ജി. യെസ്, ജി എന്ന അക്ഷരം എടുക്കുന്നു. ജി എവിടെയാ? ജി എന്നത് കഥാപാത്രവും സിനിമയും. യെസ്, ഞാനൊരു 2 ഡയലോഗ് പറയും. അത് ഏത് സിനിമയിലെയാണ് എന്ന് പറയണം. 2 ഒന്ന് കഴിയുമ്പോ ഒന്ന്. റെഡി അല്ലേ? ഓക്കെ, റെഡി. ഇതാ ഫസ്റ്റ് ചോദ്യം ഇതാണ്. ടൈം സ്റ്റാർട്ട് നൗ. ഫസ്റ്റ് ചോദ്യം ഇതാണ്. ചതി, കൊടും ചതി, സംവിധായകൻ ജോഷി എന്നെ ചതിച്ചു. സിനിമ പേര്, നടൻ? മമ്മൂട്ടി. ഓക്കെ, റൈറ്റ് ആൻസർ ആണ്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം പറയുന്നത് കർത്ത. അല്ല, ഞാൻ കർത്ത. എന്റെ പേരാ പറഞ്ഞത് കർത്ത. കർത്ത അല്ല, ഞാൻ കർത്ത. എന്റെ പേരാ പറഞ്ഞത് കർത്ത. ദിലീപ്. മ്യൂസിക് പ്ലീസ്. മാമുക്കോയ വെട്ടം. കുഴപ്പമില്ല, പോയിക്കോ. സുഹൃത്തുക്കളെ, 2 ആളുകളാണ് ഇതുവരെ കോളിൽ വന്നിട്ടുണ്ടായിരുന്നു. 2 പേരും എന്തോ നമ്മളെ ഒരു വാക്കില്ലേ നിരുപാധികം വിട്ടയച്ചു എന്ന് പറയുന്ന പോലെ. എന്താണ് നമ്മളിങ്ങനെ നിസ്സഹായമായിട്ടല്ലപ്പാ, നമ്മളെന്തോ ഒരു സംഭവമല്ല. പരാജയപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത്, പൊരുതി തോക്കാത്ത സമയത്ത് നമ്മൾ പറയില്ലേ, നമ്മൾ തോൽവി സമ്മതിച്ചുകൊണ്ട് വരുന്ന ആൾക്കാർ എന്താ പറയാ, അതിന് എന്തോ ഒരു വാക്ക് പറയില്ലേ, എന്താ പറയുക, നിരുപാധികം വിട്ടയച്ചു എന്നൊക്കെ പറയുന്നത് വേറെ. ഇത് അങ്ങനെയല്ല, എന്തോ ഒരു വാക്കുണ്ട്. നിരഞ്ജൻ അങ്ങനെ മലയാളം അല്ല എന്ന് തോന്നുന്നു, മലയാളം മീഡിയം അല്ല. അതുകൊണ്ട് നിരഞ്ജൻ അത്ര വലിയ പിടി ഉണ്ടാവില്ല. പിന്നെ ഒരു പനി വന്നിട്ട് കണ്ടാൽ മതിയായിരുന്നു. അപ്പോൾ വിളിക്കുക. 2 പേര് വിളിച്ച് 2 പേരും ഔട്ടായി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നും നിങ്ങൾക്ക് മാക്സിമം ജയിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും എൻ്റെ ലോക്ക് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ജയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ലോക്ക് മാറാൻ സാധ്യതയുള്ളത് എവിടെയാണെന്നറിയോ? അതായത് ഇതിനകത്ത് എനിക്ക് പിടിക്കാൻ പറ്റാത്ത ചില ഗെയിമുകളുണ്ട്. ആ എനിക്ക് പിടിക്കാൻ പറ്റാത്ത ചില ഗെയിമിൽ വരുമ്പോൾ മാത്രമാണ് നിങ്ങൾ ജയിക്കാനുള്ള സാധ്യത കൂടുതലുള്ളത്. പക്ഷെ അങ്ങനത്തെ ഗെയിം ഏതാണ് എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ അറിയും. ഇപ്പോൾ അങ്ങനത്തെ ഒരു ഗെയിമിൽ വരുന്ന ഒന്നാണ് പാട്ട്. കാരണം എൻ്റെ ജോണറല്ല അത്. പാട്ട് ഞാൻ ഏത് പാടിയാലും
വെള്ളി അടിക്കും, ഉറപ്പാണ്, എനിക്ക് ഉറപ്പായിട്ടും അറിയാം. മാത്രമല്ല എനിക്ക് പാട്ടിന്റെ പരിപാടി കുറച്ച് പാടാണ്, പക്ഷെ എന്നാൽ പോലും ഞാൻ പിടിച്ചു നിൽക്കാറുണ്ട്. അങ്ങനെ തന്നെ പിടിച്ചു നിൽക്കും. എന്നിട്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുമോ ഇതിനകത്ത്? ഇന്നത്തെ ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ ജയിച്ച ഒരാൾ എന്നുള്ള നമ്പേഴ്സ് മാറ്റി നിങ്ങൾക്ക് പുതുതായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ആ 1 എന്നുള്ള റെക്കോർഡ് നമ്മൾ തകർത്തിട്ടുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമോ? നിങ്ങൾ ചെയ്യേണ്ടത് 04238349 എന്നുള്ള നമ്പറിൽ വിളിക്കാം. ലാൻഡ് ഫോണിൽ സൗജന്യമായിട്ട് വിളിക്കാം നിങ്ങൾക്ക്. ഇപ്പോൾ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ സൗജന്യത്തിന്റെ കാര്യമില്ല, കാരണം ഒട്ടുമിക്ക ആൾക്കാരുടെ കയ്യിൽ ഇപ്പോൾ ഈ 1200 2000 മിനിറ്റൊക്കെയാണ് മൊബൈലുള്ളത്. ഇതൊക്കെ എങ്ങനെ വിളിച്ചാലും തീരില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇങ്ങോട്ട് വിളിക്കുക. ഇങ്ങോട്ട് വിളിച്ചിട്ട് അഥവാ ജയിച്ച ഒരു സമ്മാനം കയ്യിൽ കിട്ടും. സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂൺ നൽകുന്ന ഒരു സമ്മാനം, ഉജാല നൽകുന്ന സമ്മാനം. അതല്ല നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്, വേറെ സമ്മാനം കൂടി ഉണ്ടായിരുന്നല്ലോ, പേരെന്തായിരുന്നത് മറന്നുപോയി. ഏതോ ഒരു സമ്മാനം കൂടി ഉണ്ടായിരുന്നല്ലോ, നിരഞ്ജ, ഒരു സമ്മാനം അല്ല, ഉജാലയും ഗ്രീൻ ഒലിവും എന്തോ ഒന്നും കൂടി ഉണ്ട്, എന്തോ ഉണ്ട്. എന്തായാലും സമ്മാനങ്ങളുടെ പെരുമഴയാണ് വരാൻ പോകുന്നത് സെപ്റ്റംബർ മാസത്തോട് കൂടിയിട്ട്. നിങ്ങൾ വിചാരിക്കുന്നതൊന്നും ആയിരിക്കില്ല. ആ കുത്തിക്കുത്താന വരമ്പത്ത് ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂൺ ആൻഡ് നമ്മുടെ ഇവര് അല്ല, പിന്നെ ഉണ്ട്, ഗിഫ്റ്റ് ഉണ്ട്. ജയിച്ചോ ഉറപ്പായി സമ്മാനം കിട്ടും. ഹലോ, പുതിയ ബട്ടൺ. ഹലോ ഹലോ, ആരാ? എന്റെ പേര് പ്രേം എന്നാണ്. ഹായ് പ്രേം, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. എന്താ ഒന്നും ചെയ്യാത്ത? ടിവിയും കണ്ടിരിക്കുന്നു. പ്രേം എവിടുന്ന? നാട്ടിലെവിടെയാ? നാട്ടില് ട്രിവാൻഡ്രം. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് തോക്കോ ജയിക്കോ എന്താണ് മനസ്സിൽ തോന്നുന്നത്? മത്സരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് തീർച്ചയായും ജയിക്കാനാണല്ലോ പങ്കെടുക്കുന്നത്. ഞാനും അതേ ഫീൽഡിലാണ് ഇരിക്കുന്നത്. നമുക്ക് ഏതാ അക്ഷരം എടുക്കുന്നേ? അക്ഷരം സിയോ? സി കഴിഞ്ഞു. എ ബി സി ഇല്ല, ഡി ഉണ്ട്, ഇ എഫ് ജി ഇല്ല, എച്ച് ഉണ്ട്, ഐ ഉണ്ട്, ജെ ഉണ്ട്, കെ ഉണ്ട്, എൽ ഉണ്ട്, എം ഉണ്ട്, എൻ ഉണ്ട്, ഒ ഉണ്ട്, പി ഉണ്ട്, എൻ. ഇത്തവണ എന്താ പേര് പറഞ്ഞിരുന്നത്? പ്രേം. പ്രേം അല്ലെ? കുസൃതി ചോദ്യമാണേ. അതെ, ചോദിക്കട്ടെ. അപ്പൊ കുസൃതി ചോദ്യം സിമ്പിൾ ആണേ. ചോദിക്കാം. ജയിക്കുമോന്ന് നോക്ക്. 2 മിനിറ്റ് നേരം ഒരു ഉത്തരം മാത്രമേ പറയാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ഉത്തരത്തിന് അവസരം ഉണ്ടാവില്ല കേട്ടോ. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ചിലർ അടക്കും, ചിലർ നടത്തും, മറ്റു ചിലർ മാത്രം തൊടും. ചിലർ തൊടും, ചിലർ അടക്കും, ചിലർ നടത്തും. എന്താ ക്ലൂ ആണോ ചോദിക്കുന്നേ? അതെ അതെ. വേറെന്താ വിശേഷം? ചിലർ നടത്തും, ചിലർ തൊടും, ചിലർ അടക്കും. വാതിലൊക്കെ ഇങ്ങനെ അടക്കുന്നുണ്ടല്ലേ? വാതിലല്ല. കഴിഞ്ഞ ഉത്തരം കഴിഞ്ഞ? വേറെ ഉത്തരം ഉണ്ടോ? എന്തെങ്കിലും ഒരു മനസ്സിലായാലേ പറയാൻ പറ്റൂ. ചിലർ തൊടും, ചിലർ അടക്കും, ചിലർ നടത്തും. അടയ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടക്കുക എന്ന് പറയില്ല നമ്മള്. അടക്കുക, വെക്കുക എന്നൊക്കെ പറയുന്ന പോലെ. കടക്കലല്ല, അടക്കൽ. ആൻസർ പറയൂ, കേക്കട്ടെ. കുറി. കുറി 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 തൊടും ചില ആൾക്കാർ കുറി അടക്കണം, ചില ആൾക്കാർ കുറി നടത്തണം. നല്ല നടത്തിയല്ലേ അടക്കാൻ പറ്റൂ. കുറിന്റെ പൈസ അടച്ചു എന്ന് പറഞ്ഞു കേട്ടില്ലേ? കുറി, ചിട്ടി, ചിട്ടി. എന്തായാലും സന്തോഷം. 1 2 3. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് ഇപ്പൊ തോറ്റുപോയവര്. ഇനി ബാക്കി വരുന്നവരാണ് പിന്നാലെ വരുന്നവര്. 04238349 എന്നുള്ള നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്.
എനിക്കറിയാം ഒട്ടുമിക്ക വീടുകളിലും ഫാമിലീസ് നാട്ടിലാണ്. ഈ സ്കൂൾ വെക്കേഷൻ്റെ കഴിഞ്ഞ മാസം കൂടി കഴിഞ്ഞപ്പോൾ കുറേ കൂടി ആൾക്കാർ അങ്ങ് പോയി. പിന്നെ കുറച്ച് ആൾക്കാർ ഈ ഓണത്തോടനുബന്ധിച്ചിട്ട് ഇങ്ങനെ ഒരു ഓഗസ്റ്റ് 15, 16 അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് വലിയ വലിയ ആൾക്കാരൊക്കെ ഓഗസ്റ്റ് 16-നൊക്കെയാണ് പോവുക. ഞാൻ അങ്ങനെ ഉള്ള ഒരാളായിട്ട് മാറി അങ്ങനെ നിൽക്കുക. ചില ആൾക്കാരുണ്ട് ഇതിൻ്റെയൊക്കെ ഈ തിക്കും തിരക്കിനൊക്കെ മുമ്പേ പോയിട്ട് ഒരു മാസമൊക്കെ നിന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ നാട്ടിലൊക്കെ എന്തായിരിക്കും ഇമേജ് ഒന്ന് ആലോചിച്ച് നോക്കിയതല്ലേ. ഞാൻ പണ്ട് ഗൾഫിൽ വന്ന സമയത്തൊക്കെ എങ്ങനെയാണ്, ചില ആൾക്കാരൊക്കെ എങ്ങനെയാണ്, അതായത് നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടുന്ന് സ്വാഭാവികം 40-42 ദിവസത്തെ ലീവ് ഉണ്ട്. നാട്ടിൽ പോയി 42 ദിവസം ഉണ്ട്. അപ്പം നാട്ടുകാരെല്ലാം ചോദിക്കും എപ്പോഴാ പോണേ എന്നൊക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ ചോദിക്കുമ്പോൾ പറയും ഇല്ല 40-45 ദിവസം ഉണ്ട് എന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഇവിടുന്ന് കോൾ വന്നിട്ട് അമ്മനെ നീ ഒരു കാര്യം ചെയ്യടാ, നമ്മളെ എറണാകുളത്ത് പോ, എന്നിട്ട് ഇവിടെ കുറച്ച് സംഭവങ്ങളുണ്ട്, എന്നിട്ട് നീ തിരിച്ച് ഇങ്ങോട്ട് വാ, എന്നിട്ട് നീ തിരിച്ചു പോക്കോ, എന്നിട്ട് പിന്നെ നീ ആ വന്നതും പോയതൊക്കെ ദിവസം നീ വേറെ കാൽക്കുലേറ്റ് ചെയ്തോ എന്ന് പറയുമ്പോൾ ഒന്നും നോക്കൂല്ലോ. കാരണം എന്താ, നാട്ടിലെന്താ അന്നേരം നമ്മളെ ചെക്കൻ, ഞാൻ ആളെ പേര് പറയില്ല, നമ്മളെ ചെക്കൻ അവൻ അന്നത്തെ ദിവസം മാത്രം ചിലപ്പോൾ ഒരു ബൈക്ക് എടുത്തിട്ട് ആ പഞ്ചായത്ത് മുഴുവൻ റൗണ്ട് അടിച്ചാണ്. എന്താ എവിടെയാ, ഞാൻ നാളെ എറണാകുളത്ത് പോവാ, മറ്റന്നാൾ ദുബായിക്ക് പോവും, അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരും. ഇത് അവിടെ എല്ലായിടത്തും പറയാം. അപ്പോൾ ബൈക്ക് എടുത്ത് ഇങ്ങനെ പോയി, നീ എപ്പോൾ പോണേ, ഇല്ല ഞാൻ നാളെ പോവാ, എറണാകുളത്ത് പോവാ. അങ്ങനെ ചില ആളുകൾ നമ്മൾ നേരിട്ടറിയാൻ, വേണമെങ്കിൽ തുപ്പി കാണിക്കാം. അങ്ങനെ ചില ആളുകൾ എന്തൊക്കെ സംഭവങ്ങളാണ്. ഞാൻ അതൊക്കെ ഇങ്ങനെ ആലോചിക്കും ചില സമയത്ത്. ഇവന്റെയൊക്കെ അവിടെ നാട്ടിലൊക്കെ ഇമേജ് എന്തായിരിക്കും അല്ലേ, ഇവിടെ എന്താ എന്നിട്ട് ചെയ്യുന്നത് എന്താ, നമ്മുടെയൊക്കെ മുമ്പിൽ ഇരുന്നിട്ട് നമ്മളൊക്കെ ഈ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ മാത്രമാക്കുക. ഇടയ്ക്ക് എന്തെങ്കിലും വയ്യാവന് ലാപ്ടോപ്പിലൊക്കെ ഉണ്ടാകുമ്പോൾ കീബോർഡൊക്കെ അടിക്കൽ വയ്യാവന്, ഒട്ടും വയ്യ. അങ്ങനെയൊക്കെ അല്ലേ ചില ആൾക്കാർ ചെയ്യുന്നതാണ്. ഇവിടെ ഉണ്ട് സംഭവം, ഇവിടെ ഉണ്ട്. ആരാന്നൊന്നും പറയുന്നില്ല, നിങ്ങൾ ഊഹിച്ചെടുത്തോ. ഒരാൾ ലീവിന് പോയത് 40-45 ദിവസത്തേക്ക്. എനിക്ക് ചിലപ്പോൾ അവിടുന്ന് കോൾസൊക്കെ ഇങ്ങോട്ട് വരുന്നത് കുറയും, എനിക്കറിയാം. ഇപ്പോൾ ഇവരിപ്പം അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. കാരണം ഈ സംഭവം എനിക്കറിയാം. കാരണം എന്താ പറഞ്ഞാൽ, ഞാൻ കുട്ടമ്പിള്ളയുടെ ശിവരാത്രി സിനിമ അഭിനയിക്കാൻ വേണ്ടി പോവാ. സോറി. അപ്പോൾ ആ സിനിമ അഭിനയിക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇതേപോലെ ഒരു ജൂലൈ മാസമോ എന്തോ ആണ്. അപ്പം എൻ്റെ മോളൊന്ന് സ്കൂളിൽ പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, ചെറിയ ക്ലാസ്സിലെന്തോ ആണ്. അപ്പം മോനില്ല. അപ്പം ഞാനും വൈഫും മോളും കൂടി നാട്ടിൽ പോകുന്നു. നാട്ടിൽ പോയിട്ട് 2 ദിവസം നാട്ടിൽ പോയി. 2ാമത്തെ ദിവസം വൈഫിൻ്റെ പിന്നെ വല്യച്ഛൻ്റെ മോൻ്റെ കല്യാണമാണ്. ആ 2ാമത്തെ ദിവസം കല്യാണം കഴിഞ്ഞിട്ടും കല്യാണ വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് പാലക്കാടേക്ക് പോകണം, സിനിമ ഷൂട്ടിന് പോകണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇങ്ങനെ ആർട്ടിസ്റ്റ് ആണെന്നും ഇങ്ങനെ TV പ്രോഗ്രാം ചെയ്യുന്നുണ്ടെന്നും അവിടെയൊക്കെ എല്ലാവർക്കും ഓൾമോസ്റ്റ് കല്യാണത്തിന് മുമ്പേ അറിയുന്നത്. നാട്ടിലും മിമിക്രിയൊക്കെ കളിച്ച് നടക്കുന്നതാണല്ലോ. അപ്പോൾ എല്ലാവർക്കും അറിയാം, നാട്ടിലും TV ഷോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. പക്ഷെ ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്നുള്ള സാധനം അപ്പോഴാണ്. ഈ കല്യാണത്തിൻ്റെ അടുത്തുനിന്ന് ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കും ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കല്യാണ വീട്ടിൻ്റെ അവിടെ വന്നൊരു വണ്ടി, ഒരു കാറ്, ആ കാറിലാണ് ഞാൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതൊക്കെ. ഈ കോള് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഹലോ ശശിയേട്ടാ. ഹലോ, എന്ത് വിശേഷം? ശശിയേട്ടനല്ല, ഇതാരാ? ജാക്കിറാണ്. ജാക്കിർ, എന്തുണ്ട് വിശേഷം? അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ചെറിയ ചുമയുണ്ട്, ചുമ പകരില്ലല്ലോ അല്ലേ? അങ്ങനെയാണ് നമ്മൾ നാട്ടിലുള്ള എന്തോരം ചുമ പകരേണ്ടതാ. ഇത് പകരൊന്നുമില്ല. അങ്ങനെ പകരുന്നുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചോ. ഈ നിരഞ്ജനൊക്കെ ഇവിടെ എണീറ്റിരിക്കോ? എന്നേ കടന്നു പോയാല് ഒരു പനി പോലും വരൂല അവന്. ഭയങ്കര അല്ല, ഇപ്പൊ പനി ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് എല്ലാവർക്കും വന്ന് പനി. എന്നിട്ട് ആ ഷോപ്പിലൊന്നും കൊണ്ടിരുത്താവോ ഈ നിരഞ്ജനെ കുറച്ച് ദിവസത്തേക്ക്? അവരെന്നിട്ടും വരുന്നില്ല. ഇവിടെ UBL ഒട്ടുമിക്ക ആൾക്കാർക്കും പനിയും ചുമയും ഉണ്ടായിട്ട് അവന് വന്നില്ല, ഒരു തുമ്മൽ പോലും. ഞാൻ കൊണ്ടുവിടാം അവിടെ. വേണ്ട, നിങ്ങൾ വന്ന് കൊണ്ടുപോക്കോ, നമുക്ക് ഒരു പരാതിയില്ല. ഏത് അക്ഷരം എടുക്കണേ? നാട്ടിലെവിടെയാ? ഫോൺ നമ്പർ ഡിസ്പ്ലേ ഇല്ലല്ലോ. ഷേടാ ടോണി, വാട്ട് ഈസ് ദിസ്? ഫോൺ നമ്പർ നോട്ട് ദേർ ഇൻ ദ ഡിസ്പ്ലേ. വെറുതെയാണ് ഞാനിവിടെ കിടന്ന് പുഴുങ്ങണേ. ആൾക്കാർക്ക് നമ്പർ അറിയണ്ടേ? ഇവൻ ഇത് ചെയ്യണ്ടേ? ഇത് ഞാൻ പറഞ്ഞില്ലേ, അവനാ നാട്ടിൽ പോയിട്ട് 45 ദിവസം പോയിട്ട് തത്തക തിത്ത കളിച്ച് തിരിച്ചു വന്ന് അതിന്റെ ഇടയിൽ എറണാകുളം പോയി, ഇവിടെ വന്ന് അവിടെ പോയി. സാരല്ല. അപ്പൊ നിങ്ങളിപ്പോ എങ്ങനെ കിട്ടിയത്? ഞാൻ എന്റെ ഫോണിൽ പഴയത് ഡയൽ ചെയ്ത്
ആ ഇവര് അത് അവനെ ഞാൻ കളിയാക്കിയില്ലേ, അതിന്റെ പകരം പറ്റിയ ഇപ്പൊ അക്ഷരം പറ എന്തായാലും ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, പുറത്തു വരുമ്പോ നീ അവിടെ ഉണ്ടായാൽ മതി. ഓപ്പൺ എ. ഇനി അത് വരും കൂടിയില്ല, എല്ലാം ഓപ്പൺ ആവുമെന്ന് തന്നെ അറിഞ്ഞൂടെ ഇനി. എടാ ഓപ്പൺ ആക്കണ എ. ആ ഇതെന്താണ് ഓപ്പൺ? എന്താണ് മധുരം മലയാളം? മലയാളത്തിൽ സംസാരിക്കാം. അയ്യോ കുഴപ്പമൊന്നുമില്ല, തോക്ക അത്രേ ഉള്ളൂ. സാക്കിർ ഭായ് റെഡി അല്ലേ? അപ്പൊ ഈ നമ്പർ ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ വിചാരിക്കും ലൈവ് അല്ല എന്ന്, അതുകൊണ്ടാ. ഓക്കെ, അപ്പൊ മധുരം മലയാളം മലയാളത്തിൽ മാത്രം സംസാരിക്കാൻ റെഡി. ടൈം സ്റ്റാർട്ട് നൗ. നാട്ടിൽ എവിടെയാന്നാ പറഞ്ഞേ? നാട്ടിലെ ആലൂര്. ആലൂര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആളൂര് വക്കീല് അതൊക്കെ നിങ്ങളെ നാട്ടുകാരാ? അല്ലല്ല, ഞങ്ങള് തൃത്താല. ആ തൃത്താല, ബി ടി ബൽറാം അല്ലേ? അതെ അതെ, തൃത്താല ബി ടി ബൽറാം അല്ലേ നിങ്ങളുടെ MLA? അല്ല, ഇപ്പോ മാറി, ആള് മാറി. ഇപ്പൊ ആരാ? MP രാജേഷ്. ആ MP രാജേഷായി. ആ കുഴപ്പമില്ല. അപ്പൊ ഇപ്പൊ ഇവിടെ എന്തിലാ വർക്ക് ചെയ്യുന്നേ? സ്വന്തം പരിപാടിയാ. എന്ത് പരിപാടി? ഈ വണ്ടികളിലൊക്കെ പരിപാടിയൊക്കെ ഉണ്ട്, നമ്മളെയും വിളിക്കും, നമ്മള് പരിപാടിയൊക്കെ ചെയ്യുന്ന ആളാണ്. ആ പരിപാടിയല്ല, പിന്നെന്ത് പരിപാടിയത്? വണ്ടികളിലൊക്കെ ഇതുണ്ടല്ലോ. എന്തുണ്ടല്ലോ? എന്താ പറയാ, സീറ്റോ? അതിന്റെ അതിനെന്താ ഭാഗങ്ങളൊക്കെ ഇല്ലേ? ഭാഗങ്ങളല്ലല്ലോ, വണ്ടി ഫുള്ളായിട്ടല്ലേ കൊടുക്കുക നമ്മള്. അത് കൊടുക്കുന്നവര് കൊടുത്തോട്ടെ, ഞാൻ ഭാഗങ്ങളൊക്കെ വെക്കുള്ളൂ. ഓരോ പീസ് ആയിട്ട്? അതെ. എങ്ങനെ, എന്തിന്റെ ഒക്കെ പീസാണ്? ശരിക്കും എഞ്ചിന്റെ പീസാണോ അതോ മറ്റ് ബോഡി പാർട്സ് ആണോ, എങ്ങനെയാ? എല്ലാ ഭാഗങ്ങളും. അതായത് ഡോറ് പോയി കഴിഞ്ഞാൽ ഡോറും കൊടുക്കും, വാതില് കൊടുക്കും. ആ ശരി. ഫാമിലിയൊക്കെ, മക്കള്, കുടുംബമുണ്ട്. മക്കള് ഏത് സ്കൂളിലാ പഠിക്കുന്ന? മക്കളൊക്കെ എവിടെ പഠിക്കണോ? ഇവിടുത്തെ വിദ്യാലയങ്ങളിൽ തന്നെ പഠിക്കണം. ഏത് സ്കൂളിലാ പഠിക്കുന്നത്? ഇവിടുത്തെ എവിടെയാ? ഷാർജ, ദുബായ്, അബുദാബി? ഷാർജ. ഷാർജയിലാണോ നിങ്ങൾ താമസം? അതെ. ആ ഷാർജ ഇന്ത്യൻ സ്കൂളിലായിരിക്കും മക്കള്? അല്ല, വേറെ വിദ്യാലയം. വിദ്യാലയത്തിൽ. ആ വൈഫ് വർക്ക് ചെയ്യുന്നില്ലല്ലോ? ഇല്ല. അപ്പൊ ഈ മക്കൾ എത്രാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത്? എത്ര പേരാ? 3 പേര് 4 പേരുണ്ടോ? 3 പേര്. 3 പേര് ഒരേ സ്കൂളിൽ തന്നെയല്ലേ പഠിക്കുന്നത്? വലിയ ആള് പിന്നെ വേറെ സ്കൂളിലാ? അവന്റെ പഠിപ്പ് കഴിഞ്ഞു. ആ പഠിപ്പ് അത്രയും പ്രായമുണ്ടോ നിങ്ങൾക്ക്? അതെ. അപ്പൊ അത് ശരി. അപ്പൊ ഞാൻ ഇക്കാന്ന് വിളിക്കും പോരാ, അതിനെ അങ്കിളേന്ന് വിളിക്കണം. അപ്പൊ അവനെ എന്താ ജോലി ചെയ്യുന്നുണ്ടോ? ജോലി ചെയ്യുന്നുണ്ട്. എവിടെ വർക്ക് ചെയ്യുന്നേ? കമ്പനി അല്ലേ? സ്വന്തം ബിസിനസ്. സ്വന്തം ബിസിനസ്. ലാസ്റ്റ് സെക്കൻഡ് വരെ പിടിച്ചിട്ടുണ്ട്. ലാസ്റ്റ് സെക്കൻഡ് നിങ്ങൾ ബിസിനസ്സിൽ കൊണ്ടെത്തിച്ച് താങ്ക് യു സോ മച്ച്. ഇല്ല ഞാൻ ആകെ പരാജയപ്പെട്ടു പോരെ. കാരണം ഞാൻ ഇപ്പൊ വെല്ലുവിളിച്ചിട്ട് നിൽക്കുന്ന സമയം കൂടിയാ. താങ്ക് യു. വളരെ വെൽ പ്ലേഡ് കേട്ടാ. പക്ഷെ തോറ്റുപോയി, സാരമില്ല, ഒരു പ്രശ്നമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം ശരിയാക്കാം. വളരെ നന്നായി തന്നെ മത്സരിച്ചിട്ട്, അതായത് ഇല്ല അല്ല ഉണ്ട് ഇല്ല അങ്ങനെ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞ പോലെ അങ്ങനെ ഒന്നും പറയാതെ വളരെ ഗംഭീരമായി മത്സരിച്ചിട്ട് ഔട്ടായി പോയിരിക്കുകയാണ്. അപ്പൊ പക്ഷെ എന്നാലും എന്റെ കണക്ക് പ്രകാരം സോറി 4 പേര് തോറ്റിട്ടുണ്ട്. എനിക്ക് ആവേശം കയറിപ്പോയി പെട്ടെന്ന്. ആ പുള്ളി ബിസിനസ് എന്ന രീതിയിൽ എത്തിയപ്പോ എനിക്ക് പെട്ടെന്ന് ആവേശം കയറിയിട്ടുണ്ടല്ലോ. ടോണി നമ്പർ ഇട്ടില്ലേ? ഹലോ ആരാണ്? ആരാണ്? ഷിഹാബ്. യെസ് ഷിഹാബ്, അക്ഷരം പറ. ഹലോ, അക്ഷരം പറയൂ. അക്ഷരം H. ഓപ്പൺ H. ഷിഹാബ് കണ്ടേ? ഞാന് അബുദാബിന്നാണ് വിളിക്കണേ. അബുദാബിന്ന് വിളിക്കുന്നു. ഓക്കെ, ഇപ്പൊ സിനിമയും കഥാപാത്രം, അതായത് ഞാൻ ഈ സിനിമയിലെ 2 ഡയലോഗ് പറയും, അത് ഏത് സിനിമയിലെ ആര് പറഞ്ഞതാണ് എന്നാണ് പറയേണ്ടത്. റെഡി അല്ലേ? റെഡി. ഫസ്റ്റ് ഡയലോഗ് ഇതാണ്. ടൈം സ്റ്റാർട്ട് ചെയ്യുന്നു. അവൻ എന്നെ തോപ്പിക്കാനായിട്ടിരിക്കും ഇപ്പം, വൃത്തികെട്ടവൻ. ശ്യാവുക റെഡി. ഫസ്റ്റ് ഡയലോഗ് ഇതാണ്. ഗ്രഹണം ബാധിച്ചാലും സൂര്യൻ ആ കറുത്ത മറ നീക്കി പുറത്തു വരും. ആരാണ്? ഏത് സിനിമയിലാണ്? ഇത് മമ്മൂട്ടി പറഞ്ഞ ഡയലോഗാണ്. ഏത് സിനിമയിലാ? മമ്മൂട്ടി സിനിമ മെമറ. ഡയലോഗ് ഒന്നുകൂടെ പറഞ്ഞേ. ഗ്രഹണം
ഗ്രഹണം ബാധിച്ചാലും അത് ഒരു ദിവസം ആ കറുത്ത മറ നീക്കി പുറത്തു വരും. വേമ്പറ മമ്മൂട്ടി ഓക്കെയാണ്. അത് മമ്മൂട്ടി പറഞ്ഞ ഡയലോഗാണ്. ആണ്. എന്റെ പേര് ജയറാമും മമ്മൂട്ടിയും കൂടെ ഉള്ളു. ആ വേമ്പറ ഊഴം എന്താണ്? ഏതാണ്? കേട്ടില്ല. ധ്രുവം 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 അല്ലേ? ഷ്യാംക അല്ല, മ്യൂസിക് ഇട്ടില്ലേ? നരസിംഹത്തിൽ മമ്മൂട്ടി ആ അഡ്വക്കേറ്റ് ആയിട്ട് വന്നിട്ട് കോടതി എന്ന് പറയുന്ന ഡയലോഗാണിത്. ഗ്രഹണം ബാധിച്ചാലും ഒരു ദിവസം സൂര്യൻ ആ കറുത്ത മറ നീക്കി പുറത്തു വരും മിസ്റ്റർ. ശരിയാണ്. അത് നരസിംഹത്തിലെ ആ നമ്മളെ രോമാഞ്ചക്കഞ്ചകുഞ്ചകനാക്കുന്ന ഡയലോഗാണത്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഡയലോഗുകളിൽ ഒന്നാണ് ഞാൻ തന്നത്. പക്ഷെ നിങ്ങൾ തോറ്റുപോവോ ജയിക്കുമോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ഞാൻ രണ്ടാമത്തെ ഡയലോഗ് എടുത്തു വെച്ചിരിക്കായിരുന്നു. വെൽ പ്ലേഡ് അല്ല, ഔട്ടായിരുന്നു. ഒറ്റതിൽ തന്നെ പോയി. അപ്പൊ അങ്ങനെ ഒരൊറ്റ ഇതിൽ തന്നെ തീർന്നു, പുള്ളി ഔട്ടായി. അങ്ങനെ അടുത്ത ആളിലേക്ക് പോകാനുള്ള സമയമാണ്. ഹലോ നമസ്കാരം. ഇതുവരെ ആരും ജയിച്ചിട്ടില്ല. നമസ്കാരം. ആരാണ്? നമസ്കാരം. ആരാ? ശശിയേട്ടൻ. ആ ഞാൻ വേറെ ആരോടത്തോ ശശിയേട്ടനാണോ ചോദിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് അക്ഷരം പറയാം. എം. കറക്കി കുത്തി അങ്ങ് പിടിക്കുക. നിങ്ങൾ നാട്ടിൽ പോകുന്ന പറയുന്നത് 3-in-1 ശശിയിലാണ്. നാട്ടിൽ പോണോ? എമ്മില് വന്നിരിക്കുന്ന എന്താണ് ഇത്? പറഞ്ഞത് പറയണ്ട. പറഞ്ഞത് പറയണ്ട. അപ്പൊ റെഡി, ടൈം സ്റ്റാർട്ട് ചെയ്യാം. അത് 10-6 മിനിറ്റ് കൊണ്ട് പോകും. എനിക്കറിയാം. അറിയില്ല, എന്നാലും നോക്കാം. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. അങ്ങനെ തുടങ്ങുന്നു. ശശിയേട്ടാ നാട്ടിൽ എപ്പോഴാ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്? എപ്പോഴാ? ഡേറ്റ് എപ്പോഴാ? തുടങ്ങിയാ? ആ റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ആ നാട്ടിലെപ്പോഴാ പോണേ? ആ ചേച്ചിയുടെ അടുത്തൊന്ന് മിണ്ടായിരിക്കാൻ പറയോ? ഇല്ല, ചേച്ചി വേറെ തന്നെ വിളിച്ചിട്ട് മത്സരിക്കാൻ പറ. നിങ്ങൾ ഡേറ്റ് പറ നാട്ടിൽ പോന്നെ. നീ മത്സരിക്കുന്നു? വേണ്ട വേണ്ട, ഇത് നിങ്ങൾ തന്നെ. എനിക്ക് ടോണി ടൈമർ മാറ്റിയിട്. ഫുള്ള് നമ്പറാണ്. ടൈമർ മാറ്റിയിടാ. റെഡി? ആ പറ. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. നാട്ടിലെപ്പോ പോണേ? പോകുന്നില്ല. പോകുന്നില്ല. രണ്ട് സെയിം അല്ലേ? ഒരൊറ്റ ഡയലോഗിൽ ഔട്ടായി പോവാന്ന് പറയുമ്പോ ഭയങ്കര സങ്കടമല്ലേ? എനിക്കത് കൺഫ്യൂഷൻ ആയത്. ഓക്കെ, സാരമില്ല. അങ്ങനെ പറയുന്ന സമയത്ത് നാട്ടിലെപ്പാ പോണേന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാം 28 എന്ന് പറഞ്ഞാൽ മതി. നാട്ടിലെപ്പാ പോണേ? 28. കഴിഞ്ഞില്ലേ? അതായത് ഷോർട്ട് ആയിട്ടുള്ള ആൻസർ. അതാണ് അതിന്റെ ഒരു ഗെയിമിന്റെ ഒരു സംഭവം. പക്ഷെ ഇത് ഞാൻ പഠിപ്പിച്ചു തന്നിട്ട് ഇപ്പൊ നിങ്ങളോട് കളിച്ച് ഞാൻ തോറ്റു. അങ്ങനെ നോക്കാൻ എന്നെ കിട്ടൂല. അടുത്ത പ്രാവശ്യം നോക്കാം. ചേച്ചി എടുത്തൊന്ന് വിളിക്കാൻ പറ. നമുക്ക് കോളിന്റെ ഇതിനകത്ത് അക്ഷരം എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു കോളിൽ തന്നെ നമുക്ക് അടുത്ത ആളെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അടുത്ത ആളിലേക്ക്. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. നമസ്കാരം. ആരാണ്? സ്മൃതിയാണ്. സ്മൃതി, ഏത് അക്ഷരം എടുക്കുക? ലാസ്റ്റ് അക്ഷരം പി. ടോണി പി എടുക്ക്. പി എടുത്തിരിക്കുന്നത് പാട്ടിന്റെ പാലാഴി. സംഭവം മറന്നു വരെ പോയി. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. പാട്ടിന്റെ പാലാഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ചെയ്തിരുന്നത് അന്താക്ഷരി സംഭവമായിരുന്നു. പാട്ടിന്റെ പാലായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം തുടങ്ങിയത്. പക്ഷെ അത് അന്താക്ഷരി എന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിം ഉണ്ട്. പക്ഷെ ഇപ്പൊ പാട്ടിന്റെ പാലായി എന്ന് പറയുന്നത് പിന്നെ ഞാനൊരു വാക്ക് തരും. ആ വാക്കിൽ 7 പാട്ട് പാടുക. ആ വാക്കുകളിൽ 7 പാട്ട്. ആ വാക്ക് വെച്ചിട്ടോ? അതെ. അതൊരു വാക്കും ഒരു ലോഡ് പാട്ടുമാണ്. ഇത് പാട്ടിന്റെ പാലാഴി ഇപ്പൊ നമുക്ക് എങ്ങനെ കളിക്കുന്നത് നിരഞ്ജ? ഞാൻ ഒന്ന് നമ്മളെ ഇവിടുത്തെ പെർമനന്റ് രോഗിയോട് ചോദിക്കട്ടെ. അല്ല, രോഗമില്ലാത്ത ആളോട്. പാട്ടിന്റെ പാലാഴി എങ്ങനെ കളിക്കണം പറഞ്ഞോ? ശരി, ഞാനൊരു സംഭവം തരും. ആ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാട്ട് 10 പാട്ടേ. ഇപ്പൊ ഞാനിപ്പോ നമ്പേഴ്സ് ബന്ധപ്പെട്ട് പാട്ടിന്റെ പാലാഴി എന്ന് പറയുമ്പോ ഇപ്പൊ ഞാൻ നമ്പറുകൾ തരുകയാണെന്ന് വിചാരിച്ചോ. അപ്പൊ ആ നമ്പറുകൾ ഇപ്പൊ 1-ാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി, അതേപോലെ 1000 കീനാക്കളും, അങ്ങനെ വരുന്ന പാട്ടുകളുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു സംഭവമായിരിക്കും ഞാൻ തരുന്നുണ്ടാവുക. അങ്ങനത്തെ സംഭവം തരട്ടെ? ഇപ്പൊ യെസ്. ഇപ്പൊ റെഡി, ടൈം സ്റ്റാർട്ട് നൗ. 10 പാട്ടുകള്
കിളികൾ, പക്ഷികൾ, അതുപോലെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് ഈ അങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്ന വാക്കുകൾ എവിടെയെങ്കിലും വരുന്ന പാട്ട് 10. കിളി, പക്ഷി, പക്ഷികളുടെ പേരോ അല്ലെങ്കിൽ പക്ഷികളുടെ ഇതോ അങ്ങനെയൊക്കെ വരുന്ന പാട്ടുകൾ പാട് 10. ഓക്കെ 1. കിളിയെ കിളികൾ പാട്. കിളി 1 കഴിഞ്ഞല്ലോ, പിന്നെയും കിളി പാടില്ലല്ലോ. കിളിയല്ല, പക്ഷികളുടെ പേര് പോലത്തെ അതൊന്നും എടുത്തു. ഇനി കിളി പറ്റില്ല. തത്തമ്മ പേര് 3 പാട്ട്. ഓക്കെ, മാറ്റം കഴിഞ്ഞു, 3 പാടുകയാണോ പറയാണോ എന്താണത്? ഓക്കെ 4. കൊക്കര ഓക്കെ 5. പാട്ടിനൊക്കെ ഒരു ചെറിയ ഇച്ചിരി ഒരു ഇതുണ്ടാവില്ല, അതിനൊരു സുഖം ഉണ്ടാവില്ല. ആ സുഖം കൊടുക്ക്. 5 കിളി പാടരുത്, കിളി കഴിഞ്ഞ്. ഇല്ല, കിളി കൂട്ടൂല, കിളി കഴിഞ്ഞ്. അതെന്താണ് പാട്ട്? കാട്ടിലെ മൈനെ. 6 4 പെട്ടെന്ന് പാട്. 4. ഞാനോ? ചേട്ടാ പറഞ്ഞു കൊടുക്ക്, ഇന്നില്ലെങ്കിൽ വീട്ടിൽ പട്ടിണിയാവും. പറ. എല്ലാരും ചൊല്ലണ് കല്യാണി നെഞ്ചിലെന്ന്. അതിലെവിടെ കിളി? എല്ലാരും ചൊല്ലണത് കരിങ്കല്ലാണി നെഞ്ചെല്ലാണ്. അതിലെവിടെ കിളി? കല്ലെന്ന് പറഞ്ഞ കിളിയുണ്ടോ? അതേത് കിളി? ഇക്കിളി. ഓക്കെ, 7 പാട്ടില് സമയം തീർന്നതായി പ്രഖ്യാപിച്ചു കൊള്ളുന്നു സുഹൃത്തുക്കളെ. 7 പാട്ടില് സമയം തീർന്ന്. ബാക്കിയോ? വേഴാമ്പൽ കേഴും. ആണോ? അത് പാടിയോ? അത് പാടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്തത് ഞാൻ പാടിച്ചോ. കാക്ക, പൂച്ച, കൊക്കര, കോഴിവ, ഒട്ടക, മാന, മയിലേ. കാക്കാപൂച്ച പാടി, മയിലിനെ പേടി, കുയിലിനെ പാടി, മയിലായൊക്കെ പാടി. നീലപ്പൊന്മാനേ എന്നുള്ള ഒരു പാട്ട്. പിന്നെ മറ്റേ ചെമ്പോത്തിന്റെ പാട്ടില്ലേ നിരഞ്ജ? കാക്കറുമ്പൻ കണ്ടാൽ കൂറുമ്പൻ കാർവർണ്ണൻ നീലക്കാർവർണ്ണൻ കാലിയെ മെച്ചു നടക്കുമ്പോൾ കാലച്ചയില്ലാതെ വന്നപ്പോ അതിലെവിടെയാ വിത്തും കൈക്കോട്ടും. അതിനകത്തുണ്ടല്ലോ ചെമ്പോത്ത് എന്നുള്ള പാട്ടില്ലേ? അതുണ്ട്, 4-5 പാട്ടുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങിളി മണ്ണുണ്ട്, അതിൽ 4 കാലുള്ളൊരു ഓലയുണ്ട്, അതിൽ നാരായണക്കിളി. നാരായണക്കിളി എന്ന് പറയുന്നത് വേറെ തന്നെ കിളിയാണ്, അത് മറ്റേ കിളിയല്ല, നിങ്ങൾ പാടിയ കിളിയല്ല. നാരായണക്കിളി എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. പിന്നെ മൈനാകം. അത് മൈന, അതിനകത്ത് മൈന കിട്ടിയില്ലേ? പിന്നെ മയിലായി പറന്നു മണിക്കുയിലേ. അപ്പൊ ആട്ട് ഇഷ്ടം പോലെയാണ്, ഇത് തീരൂല. ഒട്ടകപ്പക്ഷീന്റെ പാട്ടുണ്ടല്ലോ, അത് തമിഴ്. ഇല്ലില്ല, ഇപ്പൊ തട്ടണ്ട. ഇപ്പൊ പുള്ളിക്കാരൻ അവിടെ പാട്ട് പറഞ്ഞു തരാത്തതിന്റെ പേരിൽ തട്ടിക്കോ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അടുത്ത ആളിലേക്ക് പോകാനുള്ള സമയമാണ് സുഹൃത്തുക്കളെ. ഞാൻ നോക്കിക്കൊട്ട് നിൽക്കട്ടെ. ഇനി നമുക്ക് ചെറിയൊരു ബ്രേക്ക് പോയിട്ട് തിരിച്ചു തരാം. എനിക്ക് ചെറിയൊരു ബ്രേക്ക് ആവശ്യമാണ്. ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എല്ലാവരും വിളിച്ചോ, പടവളയെന്ന് വിളിച്ചോ. നമുക്ക് ഇതിനകത്ത് ബാക്കിയുള്ള അക്ഷരങ്ങൾ കൂടി എടുത്തിട്ട് ആരും ജയിക്കാത്തൊരു ഗെയിം ഡേ ആയി മാറട്ടെ എന്ന് ഞാൻ സ്വയം ആശംസിക്കുന്നു. ബ്രേക്ക്. വെൽക്കം ബാക്ക്. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞിരിക്കുന്നു, എ കഴിഞ്ഞിട്ടുണ്ട്, തോറ്റുപോയി. ബി കഴിഞ്ഞിട്ടില്ല, ഓപ്പൺ ആകാൻ ബാക്കിയുണ്ട്. സി കഴിഞ്ഞു, തോറ്റു. ഡി ഓപ്പൺ ആയിട്ടില്ല. ഇ കഴിഞ്ഞിട്ടില്ല, എഫ് കഴിഞ്ഞിട്ടില്ല, ജി കഴിഞ്ഞു, തോറ്റു. എച്ച് കഴിഞ്ഞു, തോറ്റു. പിന്നെ കെ തോറ്റു, ജെ കെ. എൽ തോറ്റു. എല്ലല്ല ജെ കെ എൽ എം എൻ തോറ്റു. പി തോറ്റു. ഇതുവരെ ഒരാൾക്ക് പോലും ജയിക്കാൻ പറ്റില്ല. ഒരാള് ലാസ്റ്റ് 2 സെക്കൻഡ് ഉള്ള സമയത്ത് തോറ്റുപോയി മധുരം മലയാളത്തിൽ. അപ്പോൾ
അത്രയും സമയം വരെ അദ്ദേഹം പിടിച്ചു നിന്നു. ഒരാളും ജയിച്ചിട്ടില്ല. അത് ജയിച്ചായിട്ട് പറയാനും പറ്റില്ല, കാരണം 2 മിനിറ്റ് നേരം പിടിച്ചു നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളെ ഗെയിമിന്റെ ടാസ്ക്. ശശിയേട്ടൻ്റെ വൈഫ് പലപ്പോഴും അവിടെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് വിളിച്ചിട്ട് പുള്ളിക്കാരിക്ക് ഫോൺ കൊടുക്കും, പുള്ളിക്കാരി ഒന്ന് മത്സരിക്കട്ടെ എന്താണ് ഗെയിമെങ്കിലും. പുള്ളിക്കാരിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും ചിലപ്പോൾ. ഈ എപ്പോഴും ഇങ്ങനെ ഭർത്താവിൻ്റെ പിന്നിൽ നിന്നിട്ട് അതാ മറ്റേ അത് പറ, ഇത് പറ, മറ്റേത് പറ എന്ന് പറയുന്നതിന് പകരം നേരിട്ട് മുഖ്യധാരയിലേക്ക് വരൂ. വീട്ടമ്മമാരായിട്ടുള്ള ആളുകളെല്ലാം നിങ്ങൾ അടുക്കളയിൽ മാത്രം നിൽക്കാതെ മുഖ്യധാരയിലേക്ക് വരൂ. നിങ്ങൾ വീട്ടിൽ നിന്ന് അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് പാട്ട് പാടുമ്പോൾ നിങ്ങൾ ആ പാട്ടുമായി പുറത്തേക്ക് വരൂ. നിതം കൺസൾട്ടൻസി ഹിറ്റ് മെലഡി ഡ്രീംസ് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ആ പ്രോഗ്രാം കാണാനുള്ള ടിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ 800-825-825 എന്നുള്ള നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ആ പ്രോഗ്രാം ഒന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പരിപാടിയിൽ എങ്ങനെ പോകാം. യെസ്, അപ്പോൾ അത് മാത്രമല്ല, അതിനകത്തുള്ള പ്രോഗ്രാം എങ്ങനെയാണ് അവർ പാടുന്നത്, നരേഷ് അയ്യർ വന്നിട്ട് ലാസ്റ്റ് ടൈം ഉണ്ടായിരുന്ന അഫ്സൽക്ക വന്നപ്പോൾ എങ്ങനെയായിരുന്നു, ആ പ്രോഗ്രാം എങ്ങനെയുണ്ടെന്ന് കാണാൻ നമ്മൾ TV-യിൽ UBL നമ്മൾ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഗംഭീരമാണെന്നുള്ളത്. ഈ മാസം, അതായത് ഓഗസ്റ്റ് 31 പല ആൾക്കാരും ഓഗസ്റ്റ് 31 മുമ്പേ തിരിച്ചെത്തും നാട്ടിൽ നിന്ന്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ടാണ്. ഓഗസ്റ്റ് 31 ആണ് ഈ പ്രോഗ്രാം നടക്കുന്നുണ്ടാവുക. നരേഷ് അയ്യർ ആയിരിക്കും നാട്ടിൽ നിന്ന് വരുന്നുണ്ടാവുക. ഇപ്രാവശ്യത്തെ സെലിബ്രിറ്റി സിംഗർ എന്ന് പറയുന്നത് നരേഷ് അയ്യർ ആയിരിക്കും. നിങ്ങൾ ഇതുവരെ ഒരു പാട്ട് പാടിയിട്ടില്ല, ഒരു സ്റ്റേജിലും പാടിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നു കഴിഞ്ഞ തവണ. ഒരു സ്റ്റേജിലും ഇതിനു മുമ്പ് പാടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. ഹലോ ഹലോ ശരി, ഓക്കെ. ആരാ? ദുർഗപ്രസാദ്. ആഹാ, അടിപൊളി പേര്. ഏതാ അക്ഷരം? പി. പി കഴിഞ്ഞ് ബി ആണോ? ബി ഫോർ ബോൾ. ഓക്കെ, ബി ഫോർ ബനാന. ഓക്കെ, ബി. എന്താ ബി ഫോർ ബനാന അല്ലേ നിങ്ങൾ പഠിച്ചത്? എപ്പോഴാ ബാള് പഠിച്ചത്? ബി ഫോർ ബനാന ഞാൻ പഠിച്ചിട്ടില്ല. റെഡി. TV-യിൽ ശ്രദ്ധിക്കട്ടെ, ഫോണിൽ ശ്രദ്ധിച്ചോ. മധുരം മലയാളം, മലയാളത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ, മലയാളത്തിൽ മാത്രം സംസാരിക്കാം. ശരി. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് അങ്ങനെയുള്ള മറ്റു ഭാഷകൾ ഒന്നും തന്നെ വരാൻ പാടില്ല. ഓൺലി മലയാളം. ഓക്കെ. ഇല്ല, അല്ല, ഉണ്ട്, ഇല്ല എന്നുള്ള വാക്കുകൾ ഒരുപാട് വരികയാണെങ്കിലും ഔട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇവിടുന്ന് പാനൽ പറയുകയാണെങ്കിൽ ഔട്ടാക്കുന്നതായിരിക്കും. ആയിക്കോട്ടെ. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ നടക്കുന്നു. അതല്ല, ജോലി എന്ത് ചെയ്യുന്നു? ജോലി ഇവിടെ ഒരു കാര്യാലയത്തിൽ ജോലി ചെയ്യുന്നു. കാര്യാലയോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഓഫീസില്? അതെ അതെ. എന്തിന്റെ ഓഫീസാ? എന്താണ് കമ്പനി? അത് വിവരാവകാശമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അതായത് ഗവൺമെന്റ് കമ്പനിയാണോ അതോ പ്രൈവറ്റ് കമ്പനിയാണോ? അതൊരു സ്വകാര്യ മേഖലയിലുള്ള സ്ഥാപനമാണ്. സ്വകാര്യ സ്ഥാപനമാണ്. അപ്പൊ അവിടെ എന്താണ് വിവരം വേണ്ടത് നിങ്ങൾക്ക്? ആൾക്കാർക്ക് എന്താണ് നിങ്ങളുടെ അടുത്ത് വിവരം എടുക്കാനുള്ളത്? എങ്ങനെ കേട്ടില്ല? നിങ്ങൾ വിവരാവകാശവുമായി ബന്ധപ്പെട്ടതെന്നല്ലേ പറഞ്ഞത്? അവിടെ എന്താണ് സ്വകാര്യ? എന്നല്ല, എന്റെ യഥാർത്ഥ മലയാളം പറയാനുള്ള ബുദ്ധിമുട്ട്. ഇന്നെന്താണ് വാക്കിംഗ് ആണോ അതോ എന്താണ്? വീട്ടിലില്ലേ ഇപ്പോ? ജസ്റ്റ് വാക്ക് ഇംഗ്ലീഷ് വാക്കാണെന്ന് ഇപ്പോഴും അറിയാത്ത അദ്ദേഹത്തിന് ഞാനിപ്പോ ദുർഗപ്രസാദ്, യു ആർ ഔട്ട്. വീണ്ടും തിരിച്ചു വരും. അടുത്ത പ്രാവശ്യം വീണ്ടും തിരിച്ചു വരണം തന്നെ ഞാൻ പറയുന്നത്. വീണ്ടും 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 വന്നിട്ട് നമ്മൾ ഒരു ദിവസം, വൺ ഡേ, ഓക്കെ, ആ ഒരു ദിവസം നിങ്ങൾക്കുള്ള എപ്പോഴാണെന്നുള്ളത് നിങ്ങൾ തിരിച്ചു വരണം. ആൻഡ് മിസ്റ്റർ സച്ചു, താങ്ക് യു. സച്ചുവിടെ പോയി? സച്ചു കൂടി ഉണ്ടായിരുന്നല്ലോ. സച്ചിദാനന്ദൻ, മിസ്റ്റർ സച്ചുവിനെ നിങ്ങൾ കാണണം. ഇവിടെ ഞാൻ വന്ന് നിൽക്കുന്നു. ഒരു മൈക്ക് കുത്തിത്തരില്ല, ഒരു ചെവിയിൽ വെച്ച് തരില്ല, ഒരു ക്യാമറ സെറ്റ് ചെയ്ത് തരില്ല, ഒന്നും ഉണ്ടാവില്ല. ഇത് ഇങ്ങനെ വെച്ചെടുത്തുനിന്ന് ഞാൻ ആ ക്യാമറയുടെ അടുത്തോട്ട് പോയിട്ട് നിന്നിട്ട് റെഡി എന്ന് പറയുമ്പോൾ ആ നിരഞ്ജൻ എന്നോട് പറയും റെഡി ആക്ഷൻ എന്ന്. ഞാനാണ് ഇതിന് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ സച്ചു എന്തൊക്കെ ചെയ്യുമെന്നറിയോ? ക്യാമറ പിന്നെ അവർ പോകുന്നിടത്തെല്ലാം ഓക്കെ, എന്തൊരു ചിരി, എന്തൊരു ഇതാണ്. ഇതെല്ലാം കഴിഞ്ഞ് ആ മൈക്ക് എന്തൊരു ഉത്തരവാദിത്തം അറിയാം. ഞാൻ മൈക്ക് ഊരി വെച്ചോന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നോട്. ഞാൻ ഇവിടുന്ന് ഈ ഡോർ തുറന്ന് പുറത്തു പോകുന്ന സമയത്ത് എന്നോട് ഇതുവരെ സനീഷ നീ മൈക്ക് അഴിച്ചു വെച്ചായിരുന്നോ ചോദിച്ചിട്ടില്ല എന്നോട് ഇതുവരെ. ലേഡീസ് ആയിക്കോട്ടെ, മൈക്ക് അഴിച്ച്
അത് എടുത്ത് അതൊക്കെ മടക്കി വെക്കുന്നതിന്റെ ആ ഒരു ബ്യൂട്ടി, അതായത് ആ മൈക്കൊക്കെ ഇങ്ങനെ മടക്കി വെക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സച്ചുവിനോട് അപ്പൊ തന്നെ നമുക്കൊക്കെ ഒരു ബഹുമാനം തോന്നിപ്പോകും. അവൻ അത് അങ്ങനെ ഒരാളില്ലാത്ത സമയത്ത് ഇങ്ങനെ വെക്കുന്നവൻ എന്താണ് അതിൻ്റെ ഒരു ഇത് എനിക്കറിയാം. ഞാൻ ഇത് ഒരിക്കലും ഇങ്ങനെ ഒരു സ്ഥലത്ത് പറയേണ്ടതല്ല, പക്ഷെ എന്നാലും പറഞ്ഞു പോവുകയാണ്. കാരണം സച്ചു എന്തുകൊണ്ടാണ് സച്ചു അങ്ങനെ ചെയ്യുന്നത്? ഞാൻ എത്രയോ തവണ സച്ചുവിനോട് പേഴ്സണലി പറഞ്ഞു, സച്ചു എനിക്ക് വേണ്ടിയിട്ടൊന്നാ ഞാൻ ഈ പിറകിലൊക്കെ ഇങ്ങനെ കുത്തുന്ന കഷ്ടപ്പെട്ടില്ല, ഒന്ന് എങ്ങനെയും കുത്തിയിട്ട് കയറിക്കോ, സൗണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് വിടുന്നു. പിന്നൊരാളുണ്ട്, ഇത് നമ്മുടെ സ്റ്റുഡിയോയിലകത്തുള്ള ആൾക്കാരെ പറ്റി മാത്രം പറയുന്ന ഒരു സംഭവം ആയതുകൊണ്ട് മാത്രമാണ് അവരെല്ലാവരും എടുത്തു പറയുന്നത്, അവരെല്ലാം പുകഴ്ത്തി പറയുന്നതായിട്ട് തോന്നരുത്. അങ്ങനെ ഒരാളുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൊക്കം കുറവാണ്, അത് ഒരു പ്രശ്നമായിട്ട് എടുക്കണ്ട. ഇവൻ താടി വെച്ചിട്ടുണ്ട്. ഇവൻ താടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇവൻ്റെ വിചാരം സത്യമായിട്ടും പറയുന്നത്, നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ വരുമ്പോൾ നിങ്ങൾ നോക്കണം. ഈ താടി ഇരിക്കുന്നത് എനിക്ക് ശരിക്കും അവനെ കാണുമ്പോൾ എനിക്ക് ഋഷ്യശൃംഗൻ്റെ മറ്റേ ആ ഒരു മുനിയില്ലേ, അതുപോലെ അവൻ്റെ താടി ഇരിക്കുന്നത്. ഈ സാധനം ഇങ്ങനെ ഇതായിട്ട് ഒരു വല്ലാത്ത താടിയില്ലേ, ഇത് വെട്ടി ഒപ്പിക്കൂല. കാരണം അവൻ വിചാരിച്ചിരിക്കുന്നത് ഭയങ്കര ലുക്കുള്ള താടിയാണെന്നാണ്. നിങ്ങളിവിടെ വന്നിട്ട് അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കുക, നമ്മൾ ടോണിയുടെയൊക്കെ താടി പിന്നെയും ഓക്കെയാണ്, റിജിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരും. നിങ്ങൾക്ക് അവൻ ആ താടി കൊണ്ട് വരുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു താടി എടുത്തിട്ട് ഒരാൾ മറ്റേ പൂച്ച മറ്റേ ഇതും കടിച്ച് നീ എന്താണ് താടി എടുത്തോണ്ട് വരുവാണെന്ന് ചോദിക്കാൻ തോന്നുന്ന ഒരാളാണ്. നമ്മൾ അടുത്ത ആൾ വന്നിട്ട് നമുക്ക് നോക്കാം. ഇതൊക്കെ ഈ ചാക്യാർ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പൊതുവെ ചെയ്യട്ടോ. ഹലോ ഹലോ, ആരാ? മിൽസൺ. മിൽസൺ ആയിരുന്നു. മെയ്സൺ ടിവിയുടെ പോലെ ഒന്ന് ഒരു സ്വല്പം താത്തി വെക്കുവോ? ഓക്കെ. ഏതാ അക്ഷരം എടുക്കുക? ഏതാ അക്ഷരം? ഡി ഉണ്ട്, ഇ ഉണ്ട്, എഫ് ഉണ്ട്, ഐ ഉണ്ട്, ജെ ഉണ്ട്, കെ ഉണ്ട്, എൽ ഉണ്ട്, ഓ ഉണ്ട്. എമ്മില്ല കഴിഞ്ഞ്. എഫ് ഉണ്ട്. എഫ് വരാം. ഫാദറിന്റെ എഫ് അല്ലേ? ഫാദറിന്റെ എഫ് എടുത്തിട്ടുണ്ട്. പേരെന്തായിരുന്നു? മിൻസൺ. എവിടെയാ? നാട്ടിലെവിടെയാ? കോട്ടയം കുറവലങ്ങാടുകാരന് വന്നിരിക്കുന്ന ആ കാപ്പ എന്നുള്ള ഗെയിമാണ്. അതായത് ആ കാപ്പ എന്നുള്ള 3 അക്ഷരത്തിൽ ഇഷ്ടമുള്ള ഒരു അക്ഷരം എടുക്കാം. ആ എടുക്കുന്ന അക്ഷരം ഇടയിലും അവസാനം ആദ്യം വരാതെ എന്റെ അടുത്ത് സംസാരിക്കുക, അത്രേ ഉള്ളൂ. സിമ്പിൾ. അതിലേതാ അക്ഷരം എടുക്കുന്നത്? 3 അക്ഷരത്തിൽ ഒരു അക്ഷരം എടുക്കാം. ആ കാപ്പ എന്നുള്ള 3 അക്ഷരത്തിൽ ഒരു അക്ഷരം എടുക്കാം. ആയാണോ എടുക്കുന്നത്? റെഡിയല്ലേ? അതേ എന്ന വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടായി പോകും. തുടക്കട്ടെ? ആല്ലേ? മാറ്റുന്നില്ലല്ലോ. അക്ഷരം മാറ്റുന്നുണ്ടോ? ടൈമർ ഇടല്ലേ? തന്നെ. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ഇനി ആ എന്ന അക്ഷരം എന്നുള്ള അക്ഷരം പറയാൻ പാടില്ല. നൈസൺ, വീട്ടിലാരൊക്കെ ഉണ്ട്? അവിടെ ആരാ പറഞ്ഞിരുന്നത്? ഹെൽപ്പ് ചെയ്യുന്ന ആരാ? രശ്മിയോ? രാജൻ. എന്താണ് രശ്മി? രാമൻ, രാജൻ. അവരാരൊക്കെയാ? അവര് എന്നുള്ള വാക്കിൽ ആ ഉണ്ട്, അവർ എന്ന് പറയുന്നതിൽ ആ ഉണ്ട്. ഡോക്ടറിന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞ ഓവറായിട്ട് ചിരിക്കരുത്. ഞാൻ എങ്ങനെ ചിരിക്കാണ്ടിരിക്കും? പിന്നെ UBL ഇത് ഇന്നൊരു ചാക്യാറായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഇവിടെ UBL വേറൊരു ആർട്ടിസ്റ്റ് കൂടിയുണ്ട്. ആ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർട്ടിസ്റ്റ് അല്ല, ആ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഗണേശൻ എന്ന് പറയും. അവൻ സ്വന്തമായിട്ട് ജയ് ഗണേശ് എന്ന് അവൻ സ്വയം പറഞ്ഞു നടക്കുന്ന ഒരുത്തനാണ്. ഇവിടെ നിങ്ങൾ UBL വരുന്ന സമയത്ത് നിങ്ങൾക്ക് UBL ഉള്ള ഇവിടെ PCR എത്തൂല. അവൻ എഡിറ്റിങ്ങിലാണ്. അവന് പിന്നെ ശരിക്ക് അവനെ കാണുമ്പം നിങ്ങൾ ഇവർ രണ്ടുപേരും ചേട്ടനും എന്നാണെന്ന് തോന്നുന്നു. അതായത് റിജിലും ഈ ഗണേശും ചേട്ടനും എന്നാന്ന് തോന്നുന്നു. ഒരുത്തൻ താടി എടുത്തുകൊണ്ട് നടക്കുന്നു, ഒരുത്തൻ മുടി എടുത്തുകൊണ്ട് നടക്കുന്നു. കാരണം ഇവൻ ആ മുടി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവൻ പാറിപ്പോവാത്തത്. ആ മുടി എന്നിട്ട് അവൻ മറ്റേ ക്ലിപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് ബാക്കിൽ ഇങ്ങനെ ചുരുണ്ടങ്ങനെ വെച്ചിരിക്കുകയായിരിക്കും. സത്യം പറഞ്ഞാൽ അവനെ വെയിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 28 കിലോ കാണുള്ളൂ.
അവനൊരു 10, 40, 35 വയസ്സുണ്ട്. പക്ഷെ അവനൊരു 28 കിലോ ഉള്ളൂ. അങ്ങനെ മെലിഞ്ഞിട്ട് ഈ സൈഡ് വെച്ചിട്ട് നമ്മളൊരു ഫോട്ടോ എടുത്ത്, ഇപ്പം എൻ്റെയൊക്കെ ഇങ്ങനെ സൈഡ് വെച്ച് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വയറ് പുറത്തോട്ട് തള്ളിയേക്ക് അത്രയും. ഇവൻ്റെ ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ പറയും ആ പലക എവിടെ നിന്ന് എടുത്ത് മാറ്റിയെന്ന് പറയും. അങ്ങനെ മെലിഞ്ഞിട്ടുള്ള ഒരു പയ്യൻ. അങ്ങനെ ഒരാളുണ്ട് അവൻ എഡിറ്റിങ്ങിൽ. അവൻ്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ തന്നെ ഫോട്ടോ ഇങ്ങനെ എടുത്തിട്ടിട്ട് അതിനകത്ത് പിന്നെ ജസ്റ്റ് ഒന്നും അതിനകത്ത് എഴുതത്തില്ല. ഒരു UAE ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഒരു ലൗയുടെ ഫോട്ടോ ഇടുക. വേറെ ഒന്നും അതിനകത്ത് എഴുതത്തൊന്നുമല്ല. അതായത് അവൻ ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല അവൻ UAE എത്തി എന്നുള്ളത്. അതാണ് അവൻ്റെ ഒരു വലിയൊരു സംഭവം. അവൻ ഇങ്ങനെ UAE എത്തിയതായിട്ട് ഇങ്ങനെ ഫ്രണ്ട്സിനെയൊക്കെ ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. പക്ഷേ അവൻ്റെ നാട്ടിലുള്ള ഫ്രണ്ട്സിന്, അവൻ്റെ ഒരു കാറ്റഗറി വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് അവൻ്റെ നാട്ടിലുള്ള ഫ്രണ്ട്സിന് ഇവിടെ ഇടുന്ന ഫ്ലാഗ് UAE'യുടേതാണെന്ന് അറിയുമോയെന്ന് സംശയമാണ്. അതെനിയിപ്പോൾ അവനി അടുത്ത പ്രാവശ്യം മുതൽ ഞാൻ ഇന്ന് അവനെ കണ്ടിട്ട് പറഞ്ഞായിരുന്നു, നീ അത് ഫ്ലാഗ് ഇടുന്നതിന് വരെ UAE എന്ന് പറഞ്ഞിട്ട് എഴുത് എന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ അടുത്ത്. കാരണം അത് ഞാൻ അറിയില്ലല്ലോ, അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അടുത്ത ആളിലേക്ക് പോയി നോക്കാൻ. തോക്കാൻ ആരോ വന്നിട്ടുണ്ടല്ലോ. ഹലോ ഹലോ, ആരാണ്? ഹഫ്സീന, എന്ത് വിശേഷം? സുഖം തന്നെ. ജയിക്കാൻ പറ്റുമോന്നൊന്ന് നോക്ക്. നമുക്ക് ഏതക്ഷരം എടുക്കാം? EIJKLO. ഡി ഉണ്ട്. DE. അസീന എവിടെയാ നാട്ടില്? മാഹി. ഏതാ? മാഹി. ആ, ഓക്കെ. ഇപ്പൊ ഇത് വന്നിരിക്കുന്ന ഗെയിം എന്താണെന്നറിയോ? എന്താ ഇത് കാണുന്നില്ലല്ലോ. നമ്പർ ടു നമ്പറാ? അല്ലല്ലോ, നമ്പർ ടു നമ്പർ ആണോ? എനിക്ക് നമ്പർ ടു നമ്പർ ആണ്. നമ്പർ ടു നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 10 കൂട്ടി പറയാം. 1 എന്ന് പറയുമ്പോ 11, 1 എന്ന് പറയുമ്പോ 11 എന്ന് പറയുമ്പോ 21 എന്ന് പറയുമ്പോ ഇംഗ്ലീഷ് മലയാളം. യെസ്, ഞാൻ മലയാളത്തിൽ പറയണം, നിങ്ങൾ ഇംഗ്ലീഷ് പറയണം. പക്ഷെ 10 കൂട്ടണം. 30 എന്ന് പറഞ്ഞാ 40. യെസ്. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ഗെയിം പഠിച്ച് റെഡി, ടൈം സ്റ്റാർട്ട് നൗ. 21. 31. 41. 41. 41. 51. 4. 14. പെട്ടെന്ന് പറ, അവിടെ ബാക്കിയുള്ളവരൊക്കെ മാറ്റിയെടുത്ത്. 51. 51 എന്ന് പറയുമ്പോ 51 എന്ന് പറയരുത്, നേരെ ആ നമ്പർ മാത്രമേ പറയാവൂ കേട്ടോ. 61. 62. 72. 71. 81. 30. പോയി കഴിഞ്ഞ് സമയട്ടോ. ശരി, ആരാ ഉണ്ടാവുക തോക്ക? ഇന്നത്തെ ദിവസം ഒരാളും ജയിച്ചിട്ടില്ല, ഒരാൾ പോലും. എനിക്ക് എൻ്റെ ആൾക്കാർ മുഴുവൻ വന്നിട്ട് എന്നിട്ട് ഇതേപോലെ നിൽക്കണം. കാരണം ഇപ്പോൾ കുറേ ആൾക്കാർ വെക്കേഷൻ അങ്ങനെയല്ലേ. പണ്ട് എൻ്റെ വീട് പാപ്പിശ്ശേരി ഇരിണാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ വീട്ടിനടുത്താണ് നമ്മൾ സ്കൂളുള്ളത്. അപ്പോൾ ആ സ്കൂളിൽ നമ്മളെപ്പോഴും സ്കൂളിൽ തന്നെ നമ്മൾ പറഞ്ഞു നടക്കുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഓണത്തിനും 10 ദിവസം, ക്രിസ്മസിനും 10 ദിവസം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ സ്കൂൾ അടക്കുമ്പോൾ അത് ഈ അത്തം 10-ന് പൊന്നോണം എന്ന് പറയുമ്പോൾ ആ 10 ദിവസം എപ്പോൾ തുടങ്ങുക പറഞ്ഞാൽ അത്തം 1-നാണ്. അതാണ് അത്തം 10ഓണം എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി വരുന്നത്. അത്തം 10ഓണം എന്ന് പറയുന്ന പ്രോഗ്രാം നടക്കുന്നത് നമ്മുടെ ഷാർജയിലുള്ള മിയാമാളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾക്ക് ഷാർജയെന്നും അടുത്താണ്, ദുബായിന്നും അടുത്താണ്. അതായത് ഏകദേശം അൽനാദ ഏരിയ ആയതുകൊണ്ട് തന്നെ 2 സൈഡിൽ നിന്നും വരാൻ എളുപ്പമുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ നെസ്റ്റോ മിയാമാളിൽ നടക്കുന്ന ഈ പ്രോഗ്രാം. ഇത് നടക്കുന്നത് ഓഗസ്റ്റ് 25-ാം തീയതി, അതായത് ഈ മാസം തന്നെയാണ്. ഈ മാസം ഓഗസ്റ്റ് മാസം തുടങ്ങിക്കഴിഞ്ഞു. ഒരു വർഷം തുടങ്ങിയിട്ട് എത്ര പെട്ടെന്നാണ് 8-ാം മാസം എത്തിയത്. അത്തം 10ഓണം എന്നുള്ള പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ്, അതിന് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്താണ്, എങ്ങനെയാണ് നമ്മൾ അതിനകത്ത് പോകേണ്ടത്, നമുക്ക് പോകാൻ പറ്റുമോ, അവിടെ ഓണസദ്യ ഉണ്ടോ, ഓണസദ്യ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടത്, ഓണസദ്യ നമുക്ക് എങ്ങനെ കഴിക്കാം, എത്ര മണി മുതൽ എത്ര മണി വരെ പ്രോഗ്രാം ഉണ്ട്, എത്ര മണി മുതൽ എത്ര മണി വരെയാണ് നമ്മൾ അവിടെ എത്തേണ്ടത്, അങ്ങനെയുള്ള മറ്റ് ഡീറ്റെയിൽസിനെല്ലാം വേണ്ടിയിട്ട് നമ്പർ ഇവിടെ താഴെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിക്കുമായിരിക്കും, ഇപ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ ആ കാണിക്കുന്ന നമ്പറിൽ ടോണി ഇവരെല്ലാം പണങ്ങിയിരിക്കുക. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ പാള വെച്ച് കെട്ടേണ്ടി വരും. ഈ നമ്പറിൽ നോക്കിയിട്ട് വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന്
നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക. അത് ഓണം തുടങ്ങുന്നതിന് മുമ്പേ, ഓണം വരുന്നത് നമുക്ക് പ്രവാസികൾക്ക് മാത്രം അവകാശപ്പെട്ടാണ്, നമ്മുടെ മാത്രമാണ്. ഫോർ എനി ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഈ അത്തം പത്തോണം എന്നുള്ള പ്രോഗ്രാമിനെ പറ്റിയുള്ള മറ്റെല്ലാവിധ ഇൻഫർമേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഡേറ്റിൽ വരുന്ന സമയത്ത് ഇവരെ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വർടൈസ്മെന്റോ അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് സംബന്ധമായിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കോൺടാക്ട് ചെയ്യാം. ആൻഡ് നിങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യാൻ പ്ലാൻ, ഇതെല്ലാം നിങ്ങൾക്ക് ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും അത്തം പത്തോണം എന്നുള്ള പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയിപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ പോകാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ നമ്മൾ ഉണ്ടാവും, നാളെയും കൂടി ഉണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സെപ്റ്റംബറിൽ വരുള്ളൂ. ഓണത്തിന് അടുപ്പിച്ചിട്ടേ പിന്നെ ഉണ്ടാവുള്ളൂ. അതായത് ഞാൻ ഇവിടുന്ന് നാട്ടിലേക്ക് ഒരു മുങ്ങിയിട്ട് പിന്നെ ഒരു വരവാണ്, സെപ്റ്റംബറിലേക്കാണ് വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് എല്ലായിടത്തും പറയാണ്, ഈ ഗെയിമിനകത്ത് നമ്മൾ ഇങ്ങനെ തോൽക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും തമാശ പറയുന്നു, കളിയാക്കുന്നു, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ മനസ്സിൽ കൊടുക്കരുത്. ഇതെല്ലാം മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഒരിക്കലും ഞാൻ ഇതൊരു തമാശക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണെന്ന് വിചാരിക്കരുത്. ഒക്കെ മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ദേഷ്യത്തോടെ നോക്കരുത്. ചിരിച്ചുകൊണ്ട് വന്ന് തമാശയോടുകൂടി വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ പോകണമെന്ന് അങ്ങനെ ആഗ്രഹിക്കുകയാണ്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ടി വിയിലുള്ള മറ്റാൾക്കാരെ കൂടി ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്. നിരഞ്ജൻ, സച്ചു, ഇവരൊക്കെ ചങ്ക്സാണ്. ഇവരൊക്കെ എന്തെങ്കിലും രീതിയിൽ കളിയാക്കുന്നതൊക്കെ നമ്മൾ അത്രത്തോളം ടീംസ് ആണ് എന്നുള്ളതാണ്. നമ്മൾ ഷോ കഴിഞ്ഞാലും നമ്മൾ കുറേ സമയം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഭയങ്കര ഒരു കൂട്ടായ്മയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ചാനൽ ഷോസാണ് നമ്മുടേത്. എല്ലാവരും നമ്മുടെ ഓരോ ആൾക്കാരും നമ്മുടെ ഒരു വർഷം കൂടി തീരാനായി, ഇനിയിപ്പോൾ 8-ാം മാസമായി എന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും തൽക്കാലത്തേക്ക് ഇന്ന് വിട പറയുന്നു. ആരും തന്നെ ജയിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ല, ക്യാമറ കൈകാര്യം ചെയ്യുന്നത് സച്ചുവേട്ടൻ ആൻഡ് PCR 2 പേരാണ്, റിജിൽ ആൻഡ് ടോണി. അതുപോലെ തന്നെ എന്നെ സഹായിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഡയറക്ടറായിട്ട് ഇവിടെ ഇരിക്കുന്നത് നിരഞ്ജേട്ടനാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നത് നിഷാദ് ക ആൻഡ് അവർ ചെയർമാൻ ബിബി ജോൺ. എല്ലാവർക്കും പ്രത്യേകം പറയുന്നു. അപ്പോൾ ടാറ്റാ ബൈ, ഗുഡ് നൈറ്റ്, സൈനിങ് ഓഫ് സതീഷ് ചാക്യാർ. ഗുഡ് നൈറ്റ് ചിൽഡ്രൻസ്. നമുക്ക് മറക്കണ്ട, നാളെ രാത്രി കൃത്യം 8:30 to 9:30 കാണുന്നവരേക്കും ഗുഡ് നൈറ്റ്.